ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ശശികല മാതാജി, ഹരേ കൃഷ്ണ സവിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ ഇന്ന് കൃഷ്ണ. നമ്മള് കാർത്തിക മാസത്തിലുള്ള ഭാഗവതമാണ് നമ്മൾ രണ്ടാമത്തേത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഭഗവത്ഗീതയിലും ഒക്കെ തന്നെ കാർത്തിക മാസത്തിന്റെ മഹത്വമാണെങ്കിൽ അത് ഒരുപാടുണ്ട്. കാർത്തിക മാസത്തിൽ ഓരോ കാര്യം ചെയ്യുന്ന, അതുകൂടാതെ തന്നെ കാർത്തിക മാസത്തിലുള്ള ഭഗവാന്റെ ലീലകള്, അതുപോലെ തന്നെ അതിലെ പ്രധാനപ്പെട്ട ലീല, ദീപാവലിയുടെ അന്ന് വരുന്ന ലീല, അതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഭഗവാൻ എന്താണ്, ഭഗവാന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഭാവമാണ് വേണ്ടത്. നമ്മളുടെ ഭാവമാണ് ഭഗവാൻ സ്വീകരിക്കുന്നതെന്നും നമ്മൾ കണ്ടു. ഭാവഗ്രാഹി ജനാർദ്ദനനാണ് എന്നും നമ്മൾ ആ ലീലകളിൽ കൂടെ മനസ്സിലാക്കി. പിന്നെ അങ്ങനെ അനന്തകോടി ലീലകളിലുള്ളത് നമ്മൾക്ക് അറിയാവുന്നതും പ്രശസ്തവുമായും ഭാഗവത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ലീലകൾ മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. പിന്നെ അല്ലാതെ കുറെ ലീലകൾ ഞാനിങ്ങനെ വ്രജയിലുള്ള ആൾക്കാരുടെ ഹിന്ദി അറിയാവുന്നവർക്ക് വളരെ ഈസിയാണ്. നമുക്ക് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് വന്ന് അറിയാതെ കേട്ടതാണ്, ഞാനിപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി കേട്ടോണ്ടിരിക്കുക. ഹിന്ദി എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ ഓവറോൾ മനസ്സിലാകും. എന്നാലും നമ്മളത് ഇങ്ങനെ കേട്ട് അവിടെ അങ്ങ് അനങ്ങാതിരുന്നു പോകും. വ്രജയിലുള്ള ലീലകള് എത്ര ലീലകളാണെന്ന് കൈ കണക്കിനില്ല. അപ്പൊ അവരത് പറയുമ്പോഴത്തേനും എന്താ പറയാ, അവര് ആ ലീലയിൽ ജീവിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ പറയുന്ന കഥ പറയുന്ന ആൾക്കാർ അത് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ അല്ലായിരിക്കാം, പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ അതിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഈ സപ്താഹം പോലെ ഈ കഥാപ്രവചനം അതിങ്ങനെ കീർത്തനവും ഇടയ്ക്ക് കീർത്തനവും അത് കഴിഞ്ഞിട്ട് ബാക്കി കഥാപ്രവചനവും അങ്ങനെയായിട്ടാണ്. ഇന്നലെ മീരാഭായിയുടെയാണ് ഞാൻ കേട്ടത്. ഓ, ഭയങ്കരമാണ്. നമുക്ക് അത് അതിൽ നിന്നൊരു ആ ഒരു ഇത് വീഡിയോ നമുക്ക് തീരാതെ നമുക്കത് ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കഥാപ്രവചനമാണ്. ഹിന്ദി ശരിക്കും മനസ്സിലാവുകയാണെങ്കിൽ എന്തുമാത്രം ആസ്വദിക്കാൻ പറ്റുമായിരുന്നു എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ലീലകൾ ഭാഗവതത്തിലുള്ളതാണ്. നമ്മൾ കേട്ടറിയാത്ത ലീലകളൊക്കെ വ്രജയില് ഇങ്ങനെ പൂർവികര് പറഞ്ഞു 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 പോന്നിട്ടുള്ള ലീലകളാണ്. ഈ 5500 വർഷത്തിൽ പരം ഇങ്ങനെ തലമുറകള്, ഇപ്പൊ എത്ര തലമുറകളായിരിക്കും, 50-60 തലമുറകളോട് ഏകദേശം വന്നിട്ടുണ്ടാകുമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അത്രയും തലമുറകളെ പറഞ്ഞു 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 വന്ന് നാട്ടിൻപുറത്ത് പ്രചരിച്ചിരിക്കുന്ന ലീലകള് അനേകായിരങ്ങൾ. അപ്പം അപ്പൊ ഭഗവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധാരണ വ്യക്തി അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഭഗവാനെ നമ്മൾ എങ്ങനെ ഉപാസിക്കും? ആ ഭഗവാനെ അങ്ങനെ അത്ര പെട്ടെന്ന് നമുക്കൊരു അമ്മയുടെ ഭാവം, ഇപ്പൊ ഭഗവാന്റെ അമ്മയുടെ ഭാവം അല്ലെങ്കിൽ അച്ഛന്റെ ഭാവം നമുക്ക് അങ്ങനെ എടുക്കാണ്ട് പറ്റുമോ? നമുക്ക് പുറമെ ആക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ശരിക്കും ഉള്ളിൽ നിന്ന് വരണ്ടേ. നമ്മൾ കുറൂരമ്മയോ അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് അത് വരില്ല. പിന്നെ അടുത്തത് വേറൊരു കാര്യം, ഭഗവാന്റെ എന്താണ് സഖാവാകാനായിട്ട് നമുക്ക് സാധിക്കോ ഇല്ലയോ? അതിന്റെ ഒരു സ്റ്റോറി ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. എങ്ങനെ ഭഗവാനെ സുഹൃത്താക്കാം എന്നുള്ളത്. അത് വളരെ ഈസി ആയിരുന്നു ആ ഒരു പ്രോസസ്സ്. നിങ്ങളൊക്കെ കേട്ടല്ലേ അത്? സബിത മാതാജി, ശശികല മാതാജി, ഇല്ല, ഞാൻ കേട്ടില്ലായിരുന്നു പ്രഭു. സബിത മാതാജി കേട്ടായിരിക്കും അല്ലേ. പ്രഭു, അത് എങ്ങനെ ഫസ്റ്റ് എങ്ങനെയായിരുന്നു, ഞാൻ വിട്ടുപോയി. ആ ഒരു കുട്ടിയുടെ, ആ ഒരു കുട്ടി ആ ചെരുപ്പ് കൊടുക്കുന്നത്. ആ അത് കേട്ടായിരുന്നു, കഥ പറഞ്ഞായിരുന്നു. അതെ അതെ. അപ്പൊ ഭഗവാനെ ഇങ്ങനെ സുഹൃത്താക്കാം എന്നാണ് നമ്മൾ അവളുടെ അകത്ത് കണ്ടത് അല്ലേ. എത്ര ടച്ചിങ് ആണ് അല്ലേ. ഞാൻ ഓർക്കുകയും ചെയ്തു, ഞാൻ ഇനി ആ ഒരു സ്റ്റോറി ഇനി ഏതെങ്കിലും ഡ്രാമ ചെയ്യുമ്പോഴത്തേന് ആ സ്റ്റോറി ഡ്രാമ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചെന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ് അത്. അപ്പൊ അങ്ങനെ ഭഗവാനെ സുഹൃത്താക്കാമെന്ന് നമ്മൾ കണ്ടല്ലേ. അതുപോലെ തന്നെ ഗോപികമാരുടെ ഭാവത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ബ്രജയിലെ ഗോപികമാരാണ് ഈ പറഞ്ഞതിലൊക്കെ തന്നെ. ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് ആ കഥ കേട്ടതില് ഉദ്ധവരുടെ കഥയാണ് പറഞ്ഞത്, ഉദ്ധവരുടെ. അപ്പൊ നമ്മൾ ഈ ഗോപിക ഗീത ഇനി നമ്മൾ ഭഗവത്ഗീതയുടെ ഫ്രൈഡേയിൽ അന്ന്
ഏതെങ്കിലും ഒരു ദിവസം എടുക്കണം. കാര്യം കാർത്തിക മാസമല്ലേ, ഗോപിക ഗീതോ തുളസി മഹാത്മ്യമോ ഒക്കെ എടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഗോപിക ഗീതം, ആ ഗോപികമാർ, പിന്നെ ഭ്രമരഗീതം എന്ന് പറഞ്ഞ ഗോപികമാരുടെ വേറൊരു ഗീതം ഉണ്ട്, ഒരു വണ്ടിനെ കണ്ടുകൊണ്ട് പറയുന്ന ആ ഒരു പാട്ട്. ഇത് നല്ല ഇങ്ങനെ ഇതാണ്, നല്ല നല്ല ഈണത്തിലൊക്കെ പാടാവുന്ന പാട്ടുകളാണ് ഭ്രമരഗീതം, ഗോപിക ഗീതം ഒക്കെ. അപ്പോൾ ഈ ഉദ്ധവരെ, അതായത് ആ, ഭഗവാൻ അവിടെ നിന്നൊരു 12 വയസ്സായപ്പോഴത്തേന് മധുരയിലേക്ക് ഇങ്ങനെ പോന്നു. പോന്നു കഴിഞ്ഞിട്ട് ഇവിടെ കംസനെ വധമൊക്കെ കഴിഞ്ഞ് ദേവകി മാതാവ് ഭഗവാന് ചപ്പൻ ഭോഗ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, വിളിക്കുകയാണ്, ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്, എനിക്ക് ചെറുപ്പത്തിലൊന്നും നിന്നെ എനിക്ക് കൂട്ടാനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം ആ ഭാഗ്യം ഉണ്ടായത് യശോദയ്ക്കും നന്ദഗോപർക്കുമാണ്. അപ്പൊ അതുകൊണ്ട് നീ ഇന്ന് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഭോഗങ്ങളൊക്കെ ഭുജിക്കണം, എൻ്റെ സ്വന്തം കൈ കൊണ്ട് അമ്മയുടെ വാത്സല്യം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് അതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് വിഭവങ്ങൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഒരു വിഭവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതെന്താണ്, എന്താണ്, മക്കൻ, അതായത് വെണ്ണ കൂട്ടിയിട്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഈ വ്രജയില്. അതിന്റെ പേര് ഞാൻ മറന്നുപോയി. മക്കൻ ചേർത്തിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം ഈ മക്കൻ ചോറ്, ഈ മക്കൻ ചോറ് എന്ന് പറഞ്ഞാൽ വെണ്ണക്കള്ളൻ. വെണ്ണക്കള്ളൻ ഈ മക്കൻ ചേർത്തിട്ടുള്ള വിഭവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നമ്മളെപ്പോഴും പറയുന്ന അറ്റാച്ച്മെന്റ് മാറ്റി ഡിറ്റാച്ച്മെന്റ് അല്ലേ പറയുന്നത്. പക്ഷെ ഭഗവാന് എന്താണ് ഇവിടെ അറ്റാച്ച്മെന്റ് കൂടി. ആരോട്? യശോദമയ്യോട്. അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് ഓടി എണീറ്റ് ഓടിപ്പോയി ഒരു തൂണിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെന്ന് ഏങ്ങലടിച്ച് കരഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും യശോദമായി ബലരാമനെ തേടി അന്വേഷിച്ചു, കൃഷ്ണനെ അന്വേഷിച്ചു കൊണ്ടുവരൂ, അവൻ എന്ത് പറ്റി, അവൻ എന്താ കരഞ്ഞോണ്ട് പോകുന്നേ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ദേവകി മാതാവ് പറഞ്ഞു. അങ്ങനെ ബലരാമൻ അവിടെ ചെന്ന് ഇപ്പൊ ബലരാമൻ കൃഷ്ണനെ ചേർത്ത് പിടിച്ച് രണ്ടുപേരൂടെ അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പോഴത്തേനും ദേവകി മാതാവ് ചെന്ന് വസുദേവരോട് പറഞ്ഞു, കണ്ടില്ലേ താങ്കളുടെ പുത്രന്മാരുടെ അവസ്ഥകൾ. ഒന്ന്, ആ, കൃഷ്ണൻ അവരുടെ പുത്രനും അതുപോലെ തന്നെ ബലരാമൻ രോഹിണി. കാര്യം ദേവകിയുടെ പുത്രനാണെങ്കിലും രോഹിണിയാണ്. വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിയിലാണ്, അതായത് 7ാമത്തെ ഗർഭം, നിങ്ങൾ അറിയാമല്ലോ, 7ാമത്തെ ഗർഭം അലസിയിട്ട് രോഹിണിയുടെ ഗർഭത്തിലാണ് കൊണ്ട് യോഗമായ നിക്ഷേപിച്ചത്. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെ പുത്രന്മാരാണ്. പക്ഷെ രോഹിണി എന്ന് പറഞ്ഞ മറ്റൊരു അമ്മ ആണ് വളർത്തിയത്. രണ്ടുപേരും നിന്ന് കരയുന്ന കണ്ടിട്ടില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം അവരുടെ കരച്ചിൽ നമ്മളൊന്നും പോയാൽ മാറില്ല. കാര്യം ഇത് വ്രജയിലേക്കുള്ള അവരുടെ ആ വിട്ടുപോകുന്നതിനുള്ള വിങ്ങലാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ കൂട്ടുകാരനും സഖാവുമായിട്ടുള്ള ഉദ്ധവരെ അങ്ങോട്ടേക്ക് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ധവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൃഷ്ണനോട് ചോദിച്ചു, എന്താണ് ഇതിന് മാത്രം അങ്ങ് ഈ ദുഃഖിക്കാനുള്ള കാര്യം? അങ്ങ് അപ്പോഴാണ് ചോദിച്ചത്, അങ്ങ് അറ്റാച്ച്മെന്റ് വേണ്ട, അറ്റാച്ച്മെന്റ് പാടില്ല, ഡിറ്റാച്ച്മെന്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങ് തന്നെ ഈ അറ്റാച്ച്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നു. അതങ്ങനെ പാടില്ലല്ലോ. അങ്ങ് ഇങ്ങനെ സില്ലി ആകാണ്ട് പാടില്ല. അങ്ങ് എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആരുടെ ആരാണ് ഈ പറയുന്ന ഉദ്ധവരുടെ ഗുരു? ആർക്കാ പറയാൻ പറ്റുന്നത്? ഹരേ കൃഷ്ണ. ആർക്കാണ് പറയാൻ പറ്റുന്നത്? ഉദ്ധവരുടെ ഗുരു ആരാണ്? അറിയില്ല. അറിയാവുന്നവർ ഇവിടെ ഉണ്ടല്ലോ. രാധിക മാതാജി, മാതാജി ഇല്ല. നാരദരാണോ? ഹരേ ഹരേ കൃഷ്ണ പ്രഭു, കേട്ടില്ല, സോറി. ഉദ്ധവരുടെ ഗുരു ആരാണ്? ബൃഹസ്പതിയാണോ പേര്? ഹരി ബോൾ, ഹരേ കൃഷ്ണ. അപ്പം ബൃഹസ്പതി ശിഷ്യനായിട്ടുള്ള ഈ പറയുന്ന ഉദ്ധവര് എന്ത് ചെയ്യുന്നു? ഭഗവാനെ ജ്ഞാനം ഉപദേശിക്കുന്നു. നീ ജ്ഞാനത്തിന്റെ സൃഷ്ടികർത്താവാണെന്ന് പറഞ്ഞിട്ട് നീ ഒന്നും അറിയാൻ വയ്യാത്തവനെ പോലെ നീ ഇങ്ങനെ ഏങ്ങലടിച്ച് കഴിഞ്ഞ സഖാവാണ്, കൂട്ടുകാരനാണ്. അപ്പം ഒരു കാര്യം ചെയ്യൂ, അങ്ങനെയാണെങ്കിൽ നീ ഇത്രയൊക്കെ പറഞ്ഞില്ലേ, നീ ഈ ജ്ഞാനം പോയി അവിടെ ചെന്നിട്ട് അവിടെ ചെന്ന് യശോദമ്മയോടും പിന്നെ എന്താ പറയുന്നത്, അവിടുത്തെ ഗോപികമാരോടൊക്കെ പറഞ്ഞിട്ട് ഇങ്ങ് പോരൂ എന്ന് പറഞ്ഞ ഉദ്ധവരെ എന്ത് ചെയ്തു? തൻ്റെ ഉടയാട എടുത്തിട്ട് ചുറ്റി മയിൽപ്പീലി എടുത്തിട്ട് തിരികി, എന്നിട്ട് പറഞ്ഞ് എൻ്റെ രഥം എടുത്തോണ്ട് പോയിക്കോളൂ ഇവിടുത്തെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ധവർ പോവാ. മന്ത്രിയാണ്
കൂട്ടുകാരനുമാണ്, സഖാവുമാണ്. അതുപോലെ തന്നെ പരമഭക്തനുമാണ് ഉദ്ധവര്. അപ്പൊ അങ്ങനെ വ്രജയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടിപടലങ്ങളും ഇതെല്ലാം കൂടെ കൂടി ഇത് വരുന്നുണ്ട്. കൃഷ്ണനാണ് വരുന്നത് വെച്ച് കൂട്ടുകാരെല്ലാരും കൂടെ കൂടി മധുമംഗളും ശ്രീധാമും എല്ലാം കൂടെ കൂടി ആ, ഓടി വരുവാണ്. കൂട്ടത്തോടെ ഗോപാലന്മാരെല്ലാം ഓടി വരുവാണ്. നമ്മളുടെ കൃഷ്ണൻ വന്നേ, നമ്മുടെ കൃഷ്ണൻ വന്നേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓടി വരുന്ന സമയത്ത് ഈ രഥം തനിയെ നിന്നു. ഇവരെല്ലാം കൂടെ ആരവം കേട്ടിട്ട് മധു മധുമകളോട് ഇത് പറഞ്ഞു. നമ്മുടെ ശ്രീധാം പറഞ്ഞു, ഞാൻ പോകില്ല. കാര്യം അവൻ എന്നെ പിരിഞ്ഞിട്ട് പോയില്ല, അവൻ എന്നെ വന്ന് കാണട്ടെ, ഞാനിവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നീ അവിടെ ഇരുന്നോ, പക്ഷെ ആ, അവനെ പിന്നെ കാണാൻ പറ്റിയില്ല, അവൻ തിരിച്ചു പോയാലോ, അവൻ നമ്മുടെ അടുത്തേക്ക് വന്നില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് മധുമങ്ങൾ ഓടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീറാം വിചാരിച്ചു, ഞാനിവിടെ ഇരുന്നിട്ട് എനിക്ക് അവനെ മിസ്സായാലോ എന്ന് പറഞ്ഞിട്ട് മധുമംഗളും ശ്രീധാമും ഓടി. അങ്ങനെ ഇവര് രഥം തടഞ്ഞു നിർത്തി. രഥത്തിൽ നിന്ന് ഉദ്ധവർ ഇറങ്ങി വന്നു. ഉദ്ധവർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരും രഥത്തിലോട്ട് വീണ്ടും നോക്കുന്നു. കാര്യം ഉദ്ധവരെ കണ്ട കൃഷ്ണനെ പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ അവർക്ക് അവരുടെ കൃഷ്ണനല്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ അവരുടെ കൃഷ്ണൻ അകത്തിരിപ്പുണ്ടാവും എന്ന് കരുതി എല്ലാവരും ഇങ്ങനെ എത്തിയൊരു നോട്ടം നോക്കുകയാണ്. അങ്ങനെ ആ നോട്ടം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണൻ എവിടെ എന്ന് എല്ലാവരും ഒരേ ആ, വായിൽ കൂടെ ചോദിച്ചു, എവിടെ കൃഷ്ണൻ? അപ്പം ഉദ്ധവർ പുറത്തിറങ്ങി എല്ലാവരെയും നമസ്കരിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണൻ വന്നിട്ടില്ല, ഞാൻ കൃഷ്ണന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എല്ലാവരും കൂടി മുറുമുറുപ്പും സംസാരമൊക്കെ ആയി. ഒരു കൃഷ്ണന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു, ഇനി ഇവൻ എന്തായിരിക്കും നമ്മളോട് പറയാനുള്ളത്? കൃഷ്ണൻ വന്നിട്ടില്ലേ, എങ്കിൽ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവിടെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ, എവിടെയാണ് യശോദാമ്മയുടെ ഗൃഹം എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ അവര് ആ വീട് കാണിച്ചു കൊടുക്കുന്നു. വീട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ആ നദിയുടെ വക്കിൽ കൂടെ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുള്ളിടത്തോളം ഒരു യമുനാ നദി മാത്രമല്ലേ ഉള്ളൂ വ്രജയിലുള്ളൂ. പിന്നെ അത് കൂടാതെ വേറെ ഏത് നദിയാണ്? യമുനാ നദി അത് ഇവിടെ അല്ലല്ലോ ഒഴുകുന്നത്. ഞാൻ യമുനാ നദി കടന്നിട്ടാണെങ്കിലോ ഇങ്ങോട്ട് വന്നത്. പിന്നെ വേറെ ഏത് നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ, ഈ ഈ ഗോപാലന്മാർ മറുപടി പറയുവാണ്, അത് യശോദാമായുടെയും നന്ദഗോപരുടെയും അതുപോലെ തന്നെ വ്രജയിലുള്ള ഗോപികമാരുടെയും കണ്ണുനീര് ഒഴുകി 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 ഉണ്ടായ പുഴയാണ്. ഇതിന്റെ ഉറവിടം അന്വേഷിച്ചു ചെന്ന് കഴിഞ്ഞാൽ യശോദാമ്മയുടെ വീട് കണ്ടെത്താം, വേറെ അന്വേഷിക്കേണ്ട ആവശ്യമില്ലാന്ന്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു ദിവ്യ പ്രേമം എന്തുമാത്രമായിരുന്നു, കൃഷ്ണന്റെ ആ ഒരു വിരഹം അവരിലുണ്ടാക്കിയ വേദന എന്തുമാത്രമായിരുന്നു എന്ന്. അപ്പൊ അങ്ങനെ ആ ഒരു പുഴയുടെ സൈഡ് പിടിച്ച് നേരെ എന്ത് ചെയ്തു ഇവര്, ഉദ്ധവര് അവിടെ എത്തി. അവര് ആദ്യം ഓർത്തു കൃഷ്ണനാണ് വന്നിരിക്കുന്നത്. കാര്യം കൃഷ്ണന്റെ വേഷപ്പകർച്ചയും അതും ഇതുമെല്ലാം. അങ്ങനെ അവരെ നമസ്കരിച്ചു. അതിപ്പോ ഉദ്ധവരോട് കൃഷ്ണൻ പറഞ്ഞു വിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം യശോദാമായി കൊണ്ടുപോയി കൃഷ്ണൻ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കോപ്പുകളും അതുപോലെ തന്നെ അവിടെ തട്ടിയിട്ട ഉറിയും വെണ്ണ കവർന്ന അതും അതിന്റെ ബാക്കി ഭാഗങ്ങളുള്ള ചില്ലകൾ എല്ലാം എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുക. മയിൽപീലിയും വസ്ത്രങ്ങളിലെല്ലാം എടുത്ത് ഇതൊക്കെ ഉള്ളപ്പം എനിക്ക് എങ്ങനെ അവനെ മറക്കാൻ പറ്റും? ഇതെല്ലാം അവൻ ഇവിടെ ഓടിച്ചാടി നടന്ന ഓർമ്മകളാണ്. എന്നെ ഒരിക്കലും എനിക്ക് അവനെ മറക്കാനായിട്ട് പറ്റില്ല. കാര്യം എപ്പോഴും അവൻ എൻ്റെ ഹൃദയത്തിൽ മുന്നിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എനിക്ക് എൻ്റെ കണ്ണനെ മറക്കാൻ പറ്റില്ല. കാര്യം അവനിവിടെ എപ്പോഴും ഉറങ്ങാനേ എനിക്ക് പറ്റാറില്ല. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ വിശദമായി നന്ദഗോപരെല്ലാം പറഞ്ഞു. ഉദ്ധവരെ ഭക്ഷണം എല്ലാം കഴിപ്പിച്ചു വിട്ടു. അങ്ങനെയാണെങ്കിൽ ഉദ്ധവര് കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് അതൊന്നും കേൾക്കാനോ അതൊന്നും ഉൾക്കൊള്ളാനോ ഉള്ള ഉദ്ധവരുടെ ജ്ഞാനത്തിനൊക്കെ ഉപരിയാണ് ഇവര് കൃഷ്ണനോടുള്ള പ്രേമം, അറ്റാച്ച്മെന്റ്. അപ്പം ഉദ്ധവർ ഒരു ചെറിയൊരു പാഠം പഠിച്ചു. എന്നാലും നീ ഗോപികമാരെ കണ്ടേക്കാം എന്ന് പറഞ്ഞ് ഗോപികമാരുടെ അടുത്തേക്ക് പോയ ഗോപികമാരെ നോക്കി നിൽക്കുകയാണ്. ആരാണ്? നേരത്തെ ഒരു അക്രൂരൻ വന്നിട്ടാണ് ഞങ്ങളുടെ കൃഷ്ണനെ ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോയത്. ഇനി അത് അക്രൂരൻ എന്ന് പറഞ്ഞ് ശരിക്കും അവൻ ക്രൂരൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ്, ബ്രഹ്മദേവൻ ശരിക്കും ഒരു വില്ലനാണ്, ഒരു മഹാപാതകം ചെയ്ത ആളാണ്. കാര്യം എന്താണ്, ആ ബ്രഹ്മദേവന്റെ കണ്ണിമ വെട്ടാനായിട്ടുള്ള ആ ഒരു സമയം
ബ്രഹ്മദേവൻ ഇങ്ങനെ സൃഷ്ടിയിലുള്ള അപാകത കാരണം വന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് കൃഷ്ണനെ ആ കൺമണിയിൽ നിന്ന് ഒരു സമയം, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് എങ്കിലും പിരിയാനായിട്ട് സാധിച്ചത്. അപ്പൊ അങ്ങനെ ഉദ്ധവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവര് ഉദ്ധവരോട് ചോദിച്ചു, കൃഷ്ണൻ എന്ത് പറഞ്ഞു, അല്ല കൃഷ്ണൻ എന്താണ് വരാഞ്ഞത്, ഞങ്ങളെല്ലാം ഇവിടെ നോക്കിയിരിക്കുകയാണെന്ന് അവൻ അറിയില്ലേ, അവൻ എങ്ങനെ ഞങ്ങളെ വിട്ടിട്ട് പിരിയാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. അപ്പം കൃഷ്ണൻ നിങ്ങളോട് ഉപ ഉപദേശം അത് പറയാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, സന്ദേശം. ഇവിടെ ആർക്ക് കേൾക്കണം അവന്റെ സന്ദേശം? അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കരുത് എന്ന് പറഞ്ഞ് ഉദ്ധവർ കുറച്ച് ഉപദേശങ്ങളൊക്കെ പറഞ്ഞു. അപ്പം വിഷമിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന അവനെ ഓർത്ത്, ഞങ്ങൾക്ക് അവനെ വിട്ടുപിരിഞ്ഞ ഒരു സമയമില്ല, പിന്നെ നിങ്ങൾ വേർപിരിഞ്ഞു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഏത് സമയവും സദാ അവർ കർമ്മവൃക്ഷങ്ങൾ കാണിച്ചു. ഇവിടെ ഇരുന്നാണ് അവൻ ഓടക്കുഴൽ വായിച്ചത്. ഇവിടെ ഇരുന്ന് ഈ കാളിന്തി നദിയിലേക്കാണ്, ഈ മരത്തിന് മുകളിൽ നിന്നാണ് അവൻ എടുത്ത് ചാടിയത്. ഇവിടെയാണ് സർപ്പത്തെ കണ്ടത്. ദാ ഇവിടെയാണ് അകാസുരൻ വന്നത്. ഇവിടെയാണ് ബകാസുരൻ ചത്തുകിടന്നത്. ഇവിടെയാണ് പൂതന മരിച്ചു കിടന്നത്. ഇവിടെയായിരുന്നു ശകാസുരൻ. ഇവിടെ നിന്നാണ് ഗോവർദ്ധന, ഈ ഗോവർദ്ധനത്തിനാണ് അവൻ എടുത്തുയർത്തിയത് എന്ന് പറഞ്ഞ് ഓരോ സ്ഥലങ്ങളും കണ്ടു. ഒരു ദിവസം കൊണ്ട് പോരാൻ കാത്തിരുന്ന ഉദ്ധവർക്ക് എന്ത് ചെയ്തു? പോരാൻ പറ്റിയില്ല. അപ്പം ഒരു നിമിഷം പോലും ഞങ്ങൾ എൻ്റെ കണ്ണ് കണ്ണ് വിട്ട് മാറിയിട്ടില്ല, ദൂരത്ത് മാറിയിട്ടില്ല കൃഷ്ണൻ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് പറയാനുള്ള അവകാശമില്ല, കൃഷ്ണൻ ഞങ്ങളെ വേർപിരിഞ്ഞു എന്ന്. ഒരിക്കലും അവൻ പിരിയാണ്ട് സാധിക്കില്ല. ഞങ്ങൾ ഉറങ്ങുമ്പോഴും എന്താണ് അവൻ സ്വപ്നത്തിൽ ഇങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ നിരന്തരം ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കൂടെ. അപ്പൊ രാധാറാണി പറഞ്ഞു, എനിക്ക് ഉറങ്ങാനേ ഒരുപോലെ കണ്ണടച്ചിട്ട് വേണ്ടേ സ്വപ്നം കാണാനായിട്ട്. അപ്പം ഉറങ്ങാനേ സാധിക്കാത്ത ഞാൻ എങ്ങനെ, അവൻ എൻ്റെ കൺമുമ്പിൽ തന്നെ എപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ് രാധാറാണിയും പറയുന്നു. അങ്ങനെ ഒരു ഒരു ദിവസം കൊണ്ട് തിരിച്ചെത്താനായിട്ട് പോയ അവർക്ക് വേണമെങ്കിൽ ഒരു ഗ്രാമം കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മധുരയിലെത്തി കൃഷ്ണനെ കാണാം. അതുപോലെ തന്നെ കൃഷ്ണനും അവിടെയുള്ള ആൾക്കാർക്കും തിരിച്ചിങ്ങോട്ടേക്ക് ഒരൊറ്റ ഗ്രാമം കടന്നാൽ മതി. ഒരു ദിവസത്തെ ഹാഫ് ഡേ യാത്രയേ ഉള്ളൂ, നടന്ന് എത്താം. എന്നിട്ട് പോലും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരവരുടെ അതിർവരമ്പുകളും ഒന്നും ലംഘിച്ചില്ല, രണ്ടു കൂട്ടരും. കാര്യം ഭഗവാൻ ആഗ്രഹിച്ചിരിക്കുന്ന എന്താണ്? ഇവരുടെ ഈ വിരഹ പ്രേമഭക്തിയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉദ്ധവര് പോകുന്നതിന് മുൻപ് നമ്മളെല്ലാവരും ഒരു സെൽഫി ഒക്കെ എടുക്കുകയല്ലേ. ഞാൻ അഭിയ മാതാജിയെ ഞാൻ കാണാമെന്നു ഞാൻ അവരുടെ സെൽഫി എടുത്ത് ഗ്രൂപ്പിലിട്ട് മാതാജിയുടെ വീട്ടിൽ ഞാൻ ഇപ്രാവശ്യം അവധിക്ക് വന്നപ്പം വന്നു, അല്ലേ? അപ്പൊ അങ്ങനെ ഉദ്ധവര് എന്തെങ്കിലും ഇവിടുന്ന് പോരുമ്പോൾ കൃഷ്ണനോട് പറയാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും തന്നെ, ഭഗവാൻ എന്ത് പറയും, എന്ത് പറയും, ഞാൻ എന്ത് കൃഷ്ണന്റെ അടുക്കൽ ചെന്ന് പറയും? ഇവരുടെ ദുഃഖമൊക്കെ തീർത്തിട്ട് വരണം എന്നല്ലേ പറഞ്ഞത്. ഈ ദുഃഖം എനിക്ക് എങ്ങനെ തീർക്കാൻ പറ്റും? ഞാൻ ഇത്രയും നാളും ആർജിച്ച് ബൃഹസ്പതിയിൽ നിന്ന് ആർജിച്ചിട്ടുള്ള ആ ജ്ഞാനം എന്ന് പറയുന്നത് ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല. സ്കൂളിൽ പോകാത്ത ഈ ഗോപികമാര് പറയുന്ന ജ്ഞാനവും ഭക്തിയും എന്താണ് എനിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പം അവരെ ഗുരുവായിട്ട് ആര് സ്വീകരിച്ചു? ഉദ്ധവര് സ്വീകരിച്ചു ഈ ഗോപികമാരെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരല്പം മാറി നിൽക്കൂ, ഞാനൊന്ന് എന്താണ് ദണ്ഡവത് നമസ്കാരം ചെയ്യട്ടെ. എന്നിട്ട് നിങ്ങളുടെ ആ പാദ ധൂളികളെടുത്ത് ഞാൻ എൻ്റെ ശിരസിലൊന്ന് ധരിക്കട്ടെ. ഞാൻ ഇത്രയും എനിക്ക് അതായത് നിങ്ങളുടെ പാദം എൻ്റെ ശിരസിൽ വെക്കാനുള്ള യോഗ്യത എനിക്ക് ഇല്ലാത്തതുകൊണ്ട് പാദം സ്പർശിച്ചിരിക്കുന്ന മണ്ണെങ്കിലും എന്നെ സ്പർശിച്ചിട്ട് എന്നെ പ്യൂരിഫൈ ആക്കും, എന്നെ ശുദ്ധീകരിക്കുമോ നിങ്ങൾ, ആ പാദധൂളികള് എന്ന് പറഞ്ഞ് ഉദ്ധവർ അവിടെ നിന്ന് കരഞ്ഞ് വിലപിച്ചിട്ട് പോരുവാണ് വ്രജയിൽ നിന്ന്. അപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണനെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, കൃഷ്ണ, നീ പറഞ്ഞത് ശരിയാണ്. ഇവരുടെ പരമഭക്തിക്ക് മുൻപിൽ ഞാൻ കീഴടങ്ങി. എൻ്റെ ശാസ്ത്രവും എൻ്റെ അറിവോ വിദ്യയോ ഇതൊന്നും അവരുടെ അടുക്കൽ ഒന്നുമായില്ല. അപ്പം ഇത്രയും എങ്ങനെ നിനക്ക് സാധിക്കുന്നു ഈ ഭക്തരെ ഇട്ടിട്ട് ഇങ്ങനെ അകന്നു പോകാനായിട്ട്? എനിക്ക് നീ ഒരു വാക്ക് തരണം എന്ന് പറഞ്ഞ് കൃഷ്ണനോട് പറയാണ്, നീ ഒരിക്കലും വ്രജ വിട്ടു പോകരുത്, നീ ഒരിക്കലും വ്രജ വിട്ടു പോകരുത്, എനിക്ക് നീ വാക്ക് തരണം. അപ്പം ഭഗവാൻ ഉദ്ധവരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ ഒരിക്കലും
വ്രജ വിട്ടിട്ട് പോകുന്ന ഒരു കാര്യമില്ല. അതെങ്ങനെ? അപ്പൊ നിനക്ക് ചെയ്യാനായിട്ടുള്ള കർത്തവ്യങ്ങളില്ലേ, നിനക്ക് നിന്റെ ലീല പൂർത്തിയാക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഉദ്ധവരോട് പറയുന്നു, ഭഗവാൻ ഇങ്ങനെ ആലിംഗനം ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, രണ്ടുപേരുടെ കരയുകയാണ്. അപ്പം ആ, നീ കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞു ഉദ്ധവരോട്. ഉദ്ധവർ കണ്ണടച്ചപ്പോൾ കാണുന്നത് എന്താണ്? ഭഗവാന്റെ ഹൃദയത്തിലാണ് എന്താണ് വ്രജം മുഴുവനും. അവിടുത്തെ ഗോപികമാരെല്ലാരും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് പോകുന്നതെല്ലാം ഭഗവാന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കാണുകയാണ് ഉദ്ധവര്. അപ്പം ഞാൻ ഒരിക്കലും വ്രജ വിട്ടു പോയില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഭക്തരുടെ എന്താണ് ഹൃദയത്തിലാണ് വസിക്കുന്നത്. എനിക്ക് ഒരിക്കലും അവിടെ നിന്ന് പിരിയാനായിട്ട് സാധിക്കില്ല. എൻ്റെ ഭക്തരുടെ അടുക്കൽ ബാക്കി ഒരു സ്ഥലത്തും ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ കാണില്ലായിരിക്കും. ഭക്തരുടെ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഒരിക്കലും വേറെ വിട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല ഉദ്ധവരെ. ഞാൻ ഈ വാക്ക് ഉറപ്പു തരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും എല്ലാവരും ഈ വ്രജയിലൊക്കെ ഇപ്പൊ കാർത്തിക മാസമായിട്ട് വ്രജയിൽ പോകാനായിട്ട് ഭയങ്കര തിരക്കാണ് അവിടെ, അല്ലേ? അപ്പൊ അങ്ങനെ ഈ ലീലകളൊക്കെ നടന്ന സ്ഥലം, രാസലീലയൊക്കെ നടന്ന സ്ഥലമല്ലേ. അപ്പൊ അവിടെ പോയി ആ മണ്ണെങ്കിലും തട്ടിയിട്ട് നമുക്ക് അവിടുത്തെ കാറ്റടിച്ചിട്ട് എങ്കിലും നമുക്കൊരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ സമയം തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ നമ്മള് ശ്ലോകം പ്രഭു വൃന്ദാവനത്തിനല്ലേ വ്രജ് വ്രജ് എന്ന് പറയണ ആ അതിന്റെ ശ്ലോകം? വ്രജമണ്ഡലം എന്ന് പറഞ്ഞ വൃന്ദാവനത്തിലെ ഒരുപാട് പരിക്രമ സ്ഥലങ്ങളുണ്ട്. അതിനെല്ലാം കൂടെ ചേർത്താണ് വ്രജ എന്ന് പറയുന്നത്. ആ ആചാര്യന്മാര് പറഞ്ഞ വ്രജ ഒരു താമര പുഷ്പം പോലെ ആണ് ഇരിക്കുന്നത്. മാപ്പ് ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താമരപുഷ്പത്തിന്റെ എതളുകൾ പോലെയാണ് സ്ഥലങ്ങള്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മധുര, ഭഗവാന്റെ ജന്മം നടന്ന സ്ഥലം. അത് കഴിഞ്ഞ് ഭഗവാനെ കൊണ്ടുപോയ സ്ഥലം ഗോകുലം. ഗോകുലം കഴിഞ്ഞിട്ട് ഭഗവാൻ മാറി താമസിച്ച സ്ഥലം നന്ദഗാവ്. നന്ദഗാവിൽ നിന്ന് പിന്നെ മാറി താമസിച്ച് വൃന്ദാവനത്തിലേക്ക്. വൃന്ദാവനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ഥലം മാത്രമാണ് കേട്ടോ മാതാജി. ഓക്കെ ഓക്കെ. അപ്പൊ വൃന്ദാവനത്തിൽ നിന്ന് പിന്നെ പോയത് ദ്വാരക. അത് സ്റ്റേറ്റ് വിട്ടുപോയി, ആ വേറെ സ്റ്റേറ്റിലായി പോയി, ഗുജറാത്തിലായി. ഇതൊക്കെ ഈ യു പി, രാജസ്ഥാൻ. ഗോവർദ്ധന പരിക്രമം രാജസ്ഥാനിലൂടെ കൂടിയുണ്ട്. യു പിയിലെ രാജസ്ഥാനിലൂടെയാണ് കിടക്കുന്നത് ഗോവർദ്ധന പർവ്വതം. 24 കിലോമീറ്ററോളം എടുക്കും ഗോവർദ്ധനം പരിക്രമം ചെയ്യാനായിട്ട്. അതുപോലെ ഭഗവാൻ കുഴിച്ച രാധാകുണ്ട്. അത് ഇന്നലെ എന്തായിരുന്നു? യുഗളാഷ്ടമിയായിരുന്നു. യുഗളാഷ്ടമി ഭഗവാൻ അല്ല, രാധാദേവി കുഴിച്ച രാധാകുണ്ട്, ഭഗവാൻ കുഴിച്ച ശ്യാമകുണ്ട്. അപ്പൊ അവിടെ സ്നാനം ഭയങ്കര അതിഗംഭീരമാണ്. അവിടെ എല്ലാ തീർത്ഥങ്ങളോട് കൂടി ഒരുമിച്ച് ഭഗവാൻ അവിടെ കൊണ്ടുവന്നു. ഓക്കെ. ഭഗവാൻ ഒരു അഘാസുരൻ എന്നോ അങ്ങനെയുണ്ട് പറഞ്ഞു ഒരു കാളെ വധിച്ചു, രാക്ഷസനായിട്ട് വന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, നീ ഗോവധം ചെയ്തു, അതുകൊണ്ട് നിന്നെ എനിക്കിനി കാണണ്ട, നീ ഇവിടുന്ന് വിട്ടുപോകാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പരിഹാരം എന്താണെന്ന് ഭഗവാൻ ചോദിച്ചു. പരിഹാരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ തീർത്ഥങ്ങളിലെല്ലാം നീ എല്ലാ 1000 തീർത്ഥങ്ങളിൽ മുങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ ഒരു കുളം കുഴിച്ചു. എന്നിട്ട് എല്ലാ തീർത്ഥങ്ങളും ഒരുമിച്ച് വിളിച്ചു വരുത്തി. എല്ലാ തീർത്ഥങ്ങളിലും ഒരുമിച്ച് ഭഗവാന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ ജലരൂപമായി മാറി ശ്യാമകുണ്ടിലേക്ക്. അപ്പോഴത്തേനും ഭഗവാൻ പറഞ്ഞു, ഞാൻ അതെവിടെ കുളിച്ചു, എൻ്റെ പാപം മുഴുവൻ പോയി, ഇനി നിനക്ക് എന്നെ സ്വീകരിക്കാൻ, നിന്റെ കൂടെ കളിക്കാനായിട്ട് കൂട്ടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിന്റെ പാപം മുഴുവനും അവിടെ കഴുകി കളഞ്ഞുകൊണ്ട് അത് അശുദ്ധമായതുകൊണ്ട് ഞാൻ കളിക്കാനായിട്ട് ഞങ്ങൾ വേറൊരു ഗോപിമാരെല്ലാം കൂടെ വേറൊരു കുളം കുത്തുവന്നു. രാധാറാണി എന്ത് ചെയ്തു? വളയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം, ആഭരണങ്ങളെല്ലാം മാറ്റിയിട്ട് വേറൊരു കുളം കുഴിച്ചു. അതാണ് രാധാകുണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ജലകേളികളുടെ ഭാഗമായിട്ട് ഇത് അടിയിൽ കൂടെ പരസ്പരം ഒന്നാണ്, മുകളിൽ രണ്ടും രണ്ടായിട്ട് കിടക്കും. അങ്ങനെ ജലകേളികൾ ആടിയ സ്ഥലമാണ്. അപ്പൊ ഈ ഗോവർദ്ധന പരിക്രമത്തിന്റെ ഇടയ്ക്ക് നമുക്ക് കാണാം ഭഗവാന്റെ പാദസ്പർശമേറ്റ സ്ഥലങ്ങൾ വരെ അവിടെ ഉണ്ട്. ചരൺ പഹാടി, ചരൺ എന്ന് പറഞ്ഞ പാദം, പഹാടി എന്ന് പറഞ്ഞ കല്ല്. ഭഗവാൻ ഇങ്ങനെ വേണു ഊതിക്കൊണ്ടിരുന്ന സമയത്ത് കല്ല് ഉരുകി ഭഗവാന്റെ പാദം വന്നത്. പിന്നെ ഭഗവാൻ നടന്ന്, ചരൺ ഗംഗ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഭഗവാൻ നടന്ന് ഗംഗ അവിടെ ഉത്ഭവിച്ചു ആ കാൽപാദത്തിൽ. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എനിക്കും എന്താ പറയുന്നത്, രാധിക മാതാജിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോയതാണ് ആ വൃന്ദാവനത്തില്. അപ്പൊ അങ്ങനെയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടായത് തന്നെ. അപ്പം നമ്മൾ കണ്ടത് ഈ ഒരു ഈ വ്രജയില് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ലീലകൾ നടക്കാൻ നേരത്ത് ഈ വ്രജ ഇങ്ങനെ ഒതുങ്ങി കൊടുക്കുന്നു. കാര്യം നല്ല ദൂരമല്ല സ്ഥലം തമ്മിൽ. പിന്നെ ലീലകൾ കഴിഞ്ഞ് ഇത് അകന്നു പോകുന്നു. ഇങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. കാര്യം ബലറാമാണ് വ്രജ.
ബലറാം എക്സ്പാൻഡ് ചെയ്തിരിക്കുക ഭഗവാന്റെ ലീല സേവകനാണ് ഭഗവാൻ ഭോക്താവും അദ്ദേഹം സേവകനുമാണ്. അപ്പൊ ആ സേവകനാണ് വ്രജയുടെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ബലറാമാണ് ഈ ഭഗവാൻ ലീല നടക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളെല്ലാം അടുപ്പിച്ചു കൊടുക്കും. ലീല കഴിഞ്ഞ് കഴിയുമ്പോൾ അകന്നു പോകും. ഇങ്ങനെയാണ് നമ്മളിപ്പോ പോണ 20-25 കിലോമീറ്റർ ആണ് ഓരോ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക്. നമുക്ക് മനസ്സിലാവും, നമുക്ക് വണ്ടിക്ക് ബസ്സിനെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഇനി ശ്ലോകത്തിലേക്ക് കിടക്കാം. ശ്ലോകം 23. തത്വം രജസ്തമ ഇതി പ്രകൃതിർഗുണാസ്തൈ യുക്തൈ പര പുരുഷ ഏകൈഹാസ്യദത്തേ സ്ഥിതാദ്യയേ ഹരിവിരിഞ്ച ഹരേതി സംജ്ഞനാം ശ്രേയാംസി തത്ര ഖലു സത്വ തനോർനൃണാം സ്യൂം. ഹരകൃഷ്ണ ജ്ഞാനാംബിക മാതാജി. വാസുദേവായ. സത്വം രജസ്തമ ഇതി പ്രകൃതേർഗുണാസ്തൈ യുക്തഃ പരപുരുഷ ഏക ഇഹാസ്യദത്തേ സ്ഥിത്യാദയേ ഹരിവിരിഞ്ച ഹരേതി സംജനഃ ശ്രേയാംസി തത്ര ഖലു സത്വതനോർനൃണാം സ്യുഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ പദാനുപത തർജ്ജമ വിവർത്തന ശശികല മാതാജി. ഹരേ കൃഷ്ണ. സത്വം സത്വഗുണം, രജ രജോ ഗുണം, ഇതി ഇപ്രകാരം പ്രകൃതേ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾ തൈ അവരാൽ യുക്ത സംയുക്തമായി പര അതീന്ദ്രിയം പുരുഷൻ ഏകം ഇഹ അസ്യ ഭൗതിക ലോകത്തിന്റെ തത്തെ അംഗീകരിക്കുന്നു. സ്ഥിതി ആദയ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ സംബന്ധിച്ച് ഹരി വിഷ്ണു പരമദിവ്യോത്തമ പുരുഷൻ, വിരഞ്ചി ബ്രഹ്മദേവൻ, ഹര ശിവഭഗവാൻ, ഇതി അപ്രകാരം സജ്ഞന വ്യത്യസ്ത ലക്ഷണങ്ങൾ, ശ്രേയംസി പരമനേട്ടം, തത്ര ഇവിടെ, ഖലു നിശ്ചയമായും, സത്വ സത്വഗുണം, താനോ സ്വരൂപം, നൃണാം മനുഷ്യനാൽ, സ്യു നേടുന്നു. വിവർത്തനം. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളായ സത്വം രജസ് തമസ് എന്നിവയിൽ പരമദിവ്യോത്തമ പുരുഷൻ പരോക്ഷമായി സമ്മേളിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി ഭഗവാൻ ബ്രഹ്മ വിഷ്ണു ശിവൻ എന്നീ ഗുണപരങ്ങളായ 3 രൂപങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ 3 സ്വരൂപങ്ങളിലും സത്വഗുണപ്രധാനിയായ വിഷ്ണു ഭഗവാനിൽ നിന്നും പരമക്ഷേമം നേടാൻ കഴിയുന്നു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ജി ശ്രീലാ പ്രഭുപാദ്. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാന് അദ്ദേഹത്തിന്റെ പൂർണ്ണ വിസ്തരണങ്ങളാൽ ആശയങ്ങളാൽ ഭക്തിയുത സേവന സമർപ്പണം നടത്തണമെന്ന് മുകളിൽ വിശദീകരിച്ചിരിക്കുന്നത് പോലെ ഈ പ്രസ്താവനയാൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളുമെല്ലാം വിഷ്ണു തത്വം അഥവാ പരമദിവ്യോത്തമ പുരുഷന്റെ വിഭൂത്വം ആകുന്നു. ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ആരംഭിക്കുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ രണ്ടാമത്തെ അവതാരം ബലദേവനും, ബലദേവനിൽ നിന്നും സംഘർഷണനും, സംഘർഷനിൽ നിന്നും വിഷ്ണു പുരുഷ അവതാരങ്ങളും എന്നിങ്ങനെ പരമദിവ്യോത്തമ പുരുഷന്റെ അവതാരങ്ങൾ വിസ്തൃതമാകുന്നു. വിഷ്ണു അഥവാ ഭൗതിക ലോകത്തിലെ സത്വഗുണ പ്രതിനിധിയായ ദേവൻ, ക്ഷീരോദകശായ വിഷ്ണു അഥവാ പരമാത്മാവ് എന്നറിയപ്പെടുന്ന പുരുഷ അവതാരമാകുന്നു. ബ്രഹ്മദേവൻ രജോ ഗുണപ്രധാനിയും ശിവഭഗവാൻ തമോ ഗുണപ്രധാനിയുമായ ദേവനുമാകുന്നു. ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളുടെ 3 വകുപ്പ് തലവന്മാരാണ് ഈ ദേവന്മാർ. വിഷ്ണുവിന്റെ സത്വഗുണത്താൽ സൃഷ്ടികർമ്മം സംഭവ്യമാകുന്നു. ഉന്മൂലനം ആവശ്യമായി വരുമ്പോൾ ശിവദേവൻ താണ്ഡവ നൃത്തത്താൽ ആ കർമ്മം നിറവേറ്റുന്നു. ഭൗതികവാദികളും മൂഢന്മാരും ബ്രഹ്മദേവനെയും ശിവദേവനെയും യഥാനുക്രമം ഉപാസിക്കുന്നു. എന്നാൽ ശുദ്ധ അതീതവാദികൾ സത്വഗുണപ്രധാന സ്വരൂപമായ വിഷ്ണു ഭഗവാനെയും അദ്ദേഹത്തിന്റെ അസംഖ്യ രൂപങ്ങളെയും ആരാധിക്കുന്നു. വിഷ്ണു ഭഗവാൻ ദശലക്ഷക്കണക്കിന് പൂർണ്ണ രൂപങ്ങളിലും പാർത്ഥക്യ രൂപങ്ങളിലും അവതരിച്ചു. പൂർണ്ണ രൂപങ്ങളെ പരമദിവ്യോത്തമ പുരുഷനെന്നും പാർത്ഥക്യ രൂപങ്ങളെ ജീവാത്മാക്കൾ എന്നും വിളിക്കുന്നു. ജീവാത്മാവിനും പരമപുരുഷനും അവരുടേതായ യഥാർത്ഥ ആത്മീയ സ്വരൂപങ്ങളുണ്ട്. ജീവാത്മാക്കൾ വല്ലപ്പോഴുമൊക്കെ മായാശക്തിക്ക് അധീനരാകുന്നു. എന്നാൽ വിഷ്ണു രൂപങ്ങൾ സദാ ഈ മായാശക്തിയുടെ നിയന്ത്രകരാണ്. ഭൗതിക ലോകത്തിൽ വിഷ്ണു ദിവ്യോത്തമ പുരുഷനായ വിഷ്ണു ഭൗതിക ലോകത്തിൽ അവതരിക്കുമ്പോഴൊക്കെ മായാശക്തിക്ക് അധീനരായ
ബദ്ധ ജീവാത്മാക്കളെ പരിത്രാണനം ചെയ്യുന്നു. ഭൗതിക ലോകത്തിൽ പ്രമുഖന്മാരായി തീരുക എന്ന ലക്ഷ്യത്തോടെ അത്തരം ജീവാത്മാക്കൾ ഭൗതിക ലോകത്തിൽ ആവിർഭവിക്കുകയും ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ അകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം വ്യത്യസ്ത കാലയളവിലേക്കുള്ള തടവിന് വിധേയരായ ജീവാത്മാക്കൾക്ക് അവരുടെ ഭൗതിക ആവരണങ്ങൾ മാറ്റേണ്ടതായി വരുന്നു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ കുരുക്കിൽ അകപ്പെടുകയാൽ വിവിധ കാലയളവിന് തടവിന് വിധിക്കപ്പെട്ട ജീവാത്മാക്കൾ ശിക്ഷ അനുഭവിക്കാനായി പല വിധങ്ങളായ രൂപങ്ങളിൽ ജന്മമെടുക്കുന്നു. പരമദിവ്യോത്തമ പുരുഷന്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മദേവൻ ഭൗതിക ലോകമാവുന്ന കാരാഗൃഹം നിർമ്മിച്ചു. ഒരു കൽപ്പവാസം സമഗ്രവും ഉന്മൂലനം ചെയ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാർ അനേകം ജയിലുകൾ സംരക്ഷിക്കുന്നത് പോലെ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച ഭൗതിക ലോകമാവുന്ന കാരാഗൃഹം വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെടുന്നു. ആകയാൽ ജനീമൃതി ആവർത്തന ചക്രം, മരണം, രോഗം, വാർദ്ധക്യം തുടങ്ങിയ ക്ഷയസമ്പൂർണമായ ഭൗതിക അസ്തിത്വ കാരാഗൃഹത്തിൽ നിന്നും പുറത്തു വരാൻ അഭിലഷിക്കുന്ന ഏതൊരാളും അത്തരം മുക്തിക്കായി വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തണം. ഭക്തിയുത സേവന പ്രവർത്തനത്താൽ മാത്രമേ വിഷ്ണു ഭഗവാനെ ആരാധിക്കാവൂ. മാത്രവുമല്ല, ഭൗതിക ലോകത്തിൽ ജയിൽ ജീവിതം തുടരേണ്ടി വരുന്ന ഏതൊരാൾക്കും താൽക്കാലിക ആശ്വാസത്തിനായി കേവലമായ സൗകര്യങ്ങൾക്ക് ശിവൻ, ബ്രഹ്മാവ്, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ വ്യത്യസ്ത ദേവന്മാരോട് ആവശ്യപ്പെടാം. എന്നാൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ഭൗതിക അസ്തിത്വത്തിലുള്ള ജീവാത്മാവിനെ ബദ്ധ ജീവിതത്തിൽ നിന്നും വിമോചിപ്പിക്കാൻ യാതൊരു ദേവനും സാധ്യമല്ല. വിഷ്ണുവിനാൽ മാത്രം സാധ്യമാണ് അത്. ആകയാൽ ആത്യന്തികമായ നേട്ടം പരമദിവ്യോത്തമ പുരുഷനായ വിഷ്ണുവിൽ നിന്ന് മാത്രമേ പ്രാപ്തമാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരിബോൾ. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഒരു കാര്യം മനസ്സിലായി. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക്. അപ്പൊ നമുക്ക് അവതാരങ്ങളെ പറ്റി നമ്മൾ പലപ്പോഴും പല ക്ലാസ്സിലും എടുത്താണ്. ഒരുപാട് തരത്തിലുള്ള അവതാരങ്ങളുണ്ട് ഭഗവാന്റെ, അല്ലേ? ശക്തി ആവേശ അവതാരമുണ്ട്, മന്വന്തരമുണ്ട്, ലീലാവതാരങ്ങളുണ്ട്, പുരുഷാവതാരങ്ങളുണ്ട്, കലാവതാരങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് അവതാരങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിലെ ഈ ഗുണാവതാരങ്ങൾ, ത്രിഗുണങ്ങളുടെ അധിപതിയായിട്ട് ഭഗവാൻ എടുത്ത അവതാരങ്ങൾ ഏതൊക്കെയാണ്? ബ്രഹ്മാവിഷ്ണു ശിവന്മാര്. ആ, ബ്രഹ്മാവ് വിഷ്ണു ഗുണാവതാരങ്ങൾ എന്ന് പറയുന്നത്. അത് സത്വഗുണത്തിൽ ഭഗവാൻ വിഷ്ണുവും, രജോഗുണത്തിൽ സൃഷ്ടി നടത്താണ്ട് രജോ ഗുണം വേണം, അപ്പൊ രജോ ഗുണത്തിൽ ബ്രഹ്മാവും, അതുപോലെ തന്നെ സംഹാരം നടത്താൻ വേണ്ടിയിട്ട് തമോ ഗുണം വേണം, അപ്പൊ തമോ ഗുണത്തിന്റെ അധിപനായിട്ട് മഹാദേവൻ, അങ്ങനെ രുദ്രൻ അല്ലെങ്കിൽ മഹാദേവൻ. അപ്പൊ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞതിനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമഃ. മനസ്സിലല്ലോ? ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞു, അതായത് പരബ്രഹ്മം മൂന്നായിട്ട് പിരിഞ്ഞു. അങ്ങനെ അതിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ അവതാരങ്ങളെല്ലാം ഒന്ന് ഇട്ട് തരണേ പ്രഭു. ആ അവതാരങ്ങളെ പറ്റി തന്നെ നമുക്ക് ഇത് വരുന്നുണ്ട് മാതാജി. അപ്പം ഡീറ്റെയിൽ ആയിട്ട് അതിന് ഇനി അടുത്ത ചാപ്റ്റർ ഫുള്ള് അവതാരങ്ങളെ പറ്റിയാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പൊ അതിലെ പുരുഷ അവതാരങ്ങൾ ഏതൊക്കെയാണ്? കാരണോദശായി വിഷ്ണു, പിന്നെ ക്ഷീരോദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ക്ഷീരോദശായി വിഷ്ണു. അപ്പൊ അത് രണ്ടും നമുക്ക് ഇപ്പൊ പറയാം, ബാക്കിയൊക്കെ നമുക്ക് സമയമില്ല. അപ്പൊ അങ്ങനെ ഈ മൂന്ന് ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഗുണപരമായിട്ടുള്ള രൂപങ്ങൾ, ഇവ മൂന്ന് സ്വരൂപങ്ങളിൽ സത്വഗുണപ്രധാനിയായ വിഷ്ണു ഭഗവാൻ അതിൽ നിന്നും പരമക്ഷേമം നേടാൻ കഴിയുന്നു. അത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട, ബ്രഹ്മദേവനെ കൊണ്ട് ഭഗവാൻ ഒരു കാരാഗ്രഹം സൃഷ്ടിച്ചു, അല്ലേ? എന്നിട്ട് ആ കാരാഗ്രഹത്തിൽ അദ്ദേഹം ക്ഷേമം നടത്തുന്നു. അവിടെ ആ കാരാഗ്രഹത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? വിഷ്ണു ഭഗവാൻ അവരെ ചെന്ന് രക്ഷപ്പെടുത്തുന്നു, അല്ലേ? പരിത്രാണായ സാധുന എന്നൊക്കെ പറഞ്ഞ ആ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഈ കാരാഗ്രഹം നിർമ്മിച്ച് ബ്രഹ്മദേവൻ അങ്ങനെ സൃഷ്ടി ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ രജോഗുണം കൊണ്ട് ഈ സൃഷ്ടി ചെയ്തു. മഹാവിഷ്ണു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സത്വഗുണം കൊണ്ട് അതിനെ സംരക്ഷിച്ചു. അതുപോലെ തന്നെ അതിനെ രുദ്രൻ എന്ത് ചെയ്തു? അതിനെ അദ്ദേഹത്തിന്റെ തമോ ഗുണം കൊണ്ട് അതിനെ സംഹരിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഈ പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതില് ഭൗതിക ലോകത്തിലുള്ള ആൾക്കാര് എന്ത് ചെയ്യുന്നു? അവര് അതിന്റെ യഥാർത്ഥ ജ്ഞാനം, മായാശക്തിക്ക് അധീനരായിട്ട് അവരെന്ത് ചെയ്തു?
ബ്രഹ്മ അല്ലെങ്കിൽ ശിവ ആരാധന ചെയ്തു പോരുന്നു. അവർ ആരെയാണ് പരമക്ഷേമം കിട്ടാനായിട്ട് ആരാധിക്കേണ്ടതെന്ന് അവർക്ക് അറിയാതെയും പോയി. അങ്ങനെയാണ് നമ്മൾ ഭാവാർത്ഥത്തിൽ നമ്മൾ വായിച്ചത്. ഇനി നമ്മൾ ആ അവതാരങ്ങൾ എങ്ങനെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോലോക വൃന്ദാവനത്തിൽ ഇരിക്കുന്ന ഭഗവാൻ രാധാകൃഷ്ണന്മാർ അവിടെ ഇരിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ഭൂവിസ്തരണം ആരാണ്? ആദ്യത്തെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ബലരാമൻ. ബലരാമൻ ബലരാമൻ. അപ്പൊ ബലരാമനിൽ നിന്ന് പിന്നെ ആരുണ്ടായി? സംഘർഷണൻ, ചതുർവ്യൂഹം പ്രദ്യുമ്നൻ, ചതുർവ്യൂഹം അനിരുദ്ധൻ, വാസുദേവൻ. ഒന്നാം ചതുർവ്യൂഹം എന്ന് പറയുന്നത് തന്നെ. അപ്പൊ ഈ പറയുന്നതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞു പോകുന്നതൊക്കെ ഒന്നാം ചതുർവ്യൂഹം അതെല്ലാം സർഗസൃഷ്ടിയിൽ വരുന്നതാണ്. സർഗസൃഷ്ടി ഭഗവാന്റെ സ്വവിസ്തരണങ്ങളിൽ വരുന്നതാണ് സർഗസൃഷ്ടി. ഈ പറയുന്ന സംഘർഷൻ, പ്രദ്യുമ്ന, അനിരുദ്ധനൊക്കെ ആത്മീയ ലോകത്ത് ധാമകളുണ്ട്. ധാമം നമ്മൾ ഓരോരോ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഗോലോകവൃന്ദാവനത്തിൽ എത്തുന്നവർ ഇവരുടെ ആരുടെയും ധാമയിൽ എത്തിച്ചേരാനായിട്ടും സാധ്യതയുണ്ട്. പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെയും പ്രവൃത്തിയുടെയും വൈശിഷ്ട്യങ്ങളുടെയും സോള് ഏത് ലോകവുമായിട്ടായിരുന്നു ബന്ധപ്പെട്ടിരുന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പം ഒന്നാം ചതുർവ്യൂഹം കഴിഞ്ഞു. ഇനി അടുത്തത് ആ സംഘർഷനിൽ നിന്ന് നാരായണൻ ഉണ്ടായി. നാരായണൻ എന്ന് പറഞ്ഞാൽ നരത്തിൽ ശയനം ചെയ്യുന്നവൻ, വെള്ളത്തിൽ. നരം എന്ന് പറഞ്ഞാൽ വെള്ളം, വെള്ളത്തിൽ ശയനം ചെയ്യുന്ന നാരായണനായി. അങ്ങനെ ചതുർഭുജ നാരായണ രൂപം. അപ്പൊ ആ നാരായണനിൽ നിന്ന് എന്തുണ്ടായി? വീണ്ടും രണ്ടാം ചതുർവ്യൂഹം വന്നു. രണ്ടാം ചതുർവ്യൂഹം ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സംഘർഷൻ എന്നുള്ളത് മഹാസംഘർഷനായി മാറി. മഹാസംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. അങ്ങനെ രണ്ടാം ചതുർവ്യൂഹം. അപ്പൊ നമ്മൾ സർഗസൃഷ്ടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർഗസൃഷ്ടി. അടുത്ത് ആ മഹാസംഘർഷനിൽ നിന്ന് ആരുണ്ടായി? പുരുഷാവതാരങ്ങൾ ഉടലെടുത്തു. പുരുഷാവതാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് കാരണോദശകായ വിഷ്ണു. കാരണസമുദ്രത്തിൽ ശയിക്കുന്നത് കൊണ്ടാണ് കാരണോദശകായ വിഷ്ണു എന്നുള്ള പേര് കിട്ടിയത്. അദ്ദേഹത്തിന്റെ ഒരു ശ്വാസത്തില് ഈ പറയുന്ന ബ്രഹ്മാണ്ടങ്ങള് എല്ലാം പുറത്തേക്ക് വരുന്നു. ഒറ്റ ശ്വാസം പുറത്തേക്ക് പോകുന്നതോടെ അദ്ദേഹത്തിന്റെ എല്ലാ രോമകൂപങ്ങളിൽ നിന്നും ഓരോ ബ്രഹ്മാണ്ടങ്ങളായിട്ട് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ഈ പറയുന്ന നമ്മൾ ഈ കാണുന്ന ഈ ഈ സൃഷ്ടിയൊക്കെ ആ ഒരു ശ്വാസം കാലയളവിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പൊ എത്ര ദൈർഘ്യമുള്ളതാണെന്ന് ആലോചിച്ച് നമുക്കൊരു ബ്രഹ്മദേവന്റെ ആയുസ് പോലും നമുക്ക് നേരെ ചൊവ്വേ നമ്മളുടെ മനസ്സും ഇന്റലിജൻസും കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു ബ്രഹ്മദേവന്റെ ആയുസ്, നിസ്സാരനായ ഒരു ബ്രഹ്മദേവന്റെ. അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ശ്വാസകാലയളവ് നമുക്ക് ഒരിക്കലും ഈ പറയുന്ന മാത്തമാറ്റിക്സിലോ കാൽക്കുലേറ്ററിലോ കമ്പ്യൂട്ടറിന്റെ നമ്പറിലോ നിൽക്കുന്നതല്ല. അത്രയും വലിയ ദൈർഘ്യമാണ്. അപ്പൊ അദ്ദേഹം അടുത്തൊരു ശ്വാസം എടുക്കുമ്പോൾ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് തിരിയുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കാലയളവ്. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് പോയ ഇതിലെ ഒരു ബ്രഹ്മാണ്ടം എടുക്കുകയാണെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ആ ഒരു ബ്രഹ്മാണ്ടത്തിലേക്ക്, ഓരോ ബ്രഹ്മാണ്ടത്തിലേക്കും ക്ഷീരോദശകായ അല്ല ഗർഭോദശകായ വിഷ്ണു എന്ന് പറഞ്ഞ വിഷ്ണു പ്രവേശിക്കുന്നു. ഗർഭോദശകായ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭസമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണു. നമ്മൾ കേട്ടിട്ടുണ്ട് വരാഹാവതാരം വന്നപ്പോൾ എന്താണ് ഭൂമി എന്താണ് ഗർഭസമുദ്രത്തിലേക്ക് താഴ്ത്തപ്പെട്ടു. അപ്പോൾ ഭഗവാൻ വരാഹാവതാരമായിട്ട് തുറന്ന് താഴെ ചെന്നിട്ട് ഭൂമിയെ ഉയർത്തി തേറ്റമേൽ എന്നാണ് കേട്ടിട്ടുള്ളത്. അതായത് ഈ ഓഷ്യനാണ് നമ്മൾ കണ്ടത്, ഗർഭോദശകായ സമുദ്രം. അപ്പൊ ഈ ഗർഭോദശ സമുദ്രത്തിൽ ശയിക്കുന്ന വിഷ്ണു ഗർഭോദശായ വിഷ്ണു. അപ്പൊ അദ്ദേഹത്തിന്റെ അതുപോലെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലും ഇതേപോലത്തെ ഓരോ വിഷ്ണു പ്രവേശിക്കും. അതുകൊണ്ടാണ് അനന്തകോടി വിഷ്ണു ഉണ്ടെന്ന് പറയുന്നത്. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളിലും ഇതേ വിഷ്ണു വരും. കാരണോദശക വിഷ്ണു അധികമില്ല. പക്ഷെ ഗർഭോദശക വിഷ്ണുവിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ബ്രഹ്മാണ്ടങ്ങളിലും അത്രയും ബ്രഹ്മാണ്ടങ്ങളിലും ഈ പറയുന്ന വിഷ്ണു ഉണ്ട്. അങ്ങനെ ഈ വിഷ്ണുവിന്റെ പൊക്കിൾ കുടിയിൽ നിന്ന് ഒരു താമരത്തണ്ട് ഇങ്ങനെ വന്നുയർന്നു. അങ്ങനെ താമരപ്പൂ വിടർന്നു. ആ താമരപ്പൂവിലാണ് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവൻ പൂജാതനായത്. അങ്ങനെ ആ ബ്രഹ്മദേവൻ അറിയാമല്ലോ, സൃഷ്ടി പിന്നെ ചുറ്റോടിയിട്ട് നോക്കി, എന്നിട്ട് താമരത്തണ്ട് വഴി താഴെ ഇറങ്ങി മുകളിൽ ചെന്നു. അന്ത്യം കാണുന്നില്ല, ഒന്നും അറിയാമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വന്നപ്പോൾ തപ എന്ന് പറഞ്ഞ വാക്ക് കേട്ടു. അങ്ങനെ അദ്ദേഹം തപസ് ചെയ്തു. 1000 വർഷത്തോളം തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു, ഗായത്രി ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ ഗായത്രിയിൽ നിന്നുള്ള അറിവ് കൊണ്ടാണ് അദ്ദേഹം വേദങ്ങൾ സൃഷ്ടിച്ചത്. ഈ വേദം നാരദമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു. നാരദമുനിക്ക് ഹൃദയത്തിലെ നാരദമുനി അത് വേദവ്യാസന് ഉപദേശിച്ചു കൊടുത്തു. വേദവ്യാസൻ അത് 4ആയിട്ട് പകുത്തു. അങ്ങനെ പോകുന്നു സൃഷ്ടിയുടെ. എന്നിട്ട് ഈ ബ്രഹ്മദേവൻ സൃഷ്ടി ആരംഭിച്ചു. ആ സൃഷ്ടി ആരംഭിച്ചപ്പോൾ അദ്ദേഹം 26 മൂലകങ്ങൾ, 24 മൂലകങ്ങളും പിന്നെ ജീവാത്മാവും പരമാത്മാവും കൊണ്ട് 26 സാധനങ്ങൾ വെച്ചിട്ടാണ് കുഴച്ച്. നമ്മളിപ്പോൾ ഒരു കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് എന്ത് ചെയ്തു, മസാല എല്ലാം ഇട്ടു. അത് കഴിഞ്ഞിട്ട് അത് മിക്സ് ചെയ്ത്
ഇതെല്ലാം എന്ന കഷ്ണങ്ങളൊക്കെ ആരാണ് കൊടുത്തത്? ഭഗവാൻ കൊടുത്തു. മസാല ആരാണ് കൊടുത്തത്? എല്ലാം ഭഗവാനാണ് കൊടുത്തത്. ഇത് മിക്സ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ബ്രഹ്മദേവൻ ചെയ്തുള്ളൂ. ബ്രഹ്മദേവൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഭഗവാൻ എന്ത് ചെയ്തു? ജീവാത്മാവിനും പരമാത്മാവിനും കൊടുക്കുന്നു. അങ്ങനെയാണ് ഒരു സൃഷ്ടിയായത്. അങ്ങനെ സൃഷ്ടി പ്രജാപതിയെ സൃഷ്ടിച്ചു. പ്രജാപതിമാര് അങ്ങനെ അങ്ങനെ എക്സ്പാൻഡ് മാനുക്കള് അങ്ങനെ അങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്ത് പരമ്പരകൾ ഇങ്ങനെ പോകുന്നു. അങ്ങനെ ആ ബ്രഹ്മദേവന്റെ ചെയ്ത സൃഷ്ടിയിലൊക്കെ തന്നെ വേറൊരു വിഷ്ണു വന്നിട്ട് പരമാത്മാവായിട്ട് കയറിയിരുന്നു. ആ വിഷ്ണുവാണ് ക്ഷീരോദശകായ വിഷ്ണു. ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന ആള്, പാലാഴിയിൽ വസിക്കുന്ന ആള്. വിരജാ നദി ആണ് അതിന്റെ ബോർഡർ അല്ലേ. ഈ വിഷ്ണുവിന്റെ അടുക്കലാണ് ഈ ദേവന്മാരൊക്കെ ചെന്ന് അവതാരം എടുക്കാറുണ്ട്. അവതാരം എടുക്കുന്ന വിഷ്ണുവാണ് ക്ഷീരോദശായ വിഷ്ണു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ക്ഷീരസാഗര ശയന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്തോത്രങ്ങളൊക്കെ കേൾക്കത്തില്ലേ? അപ്പൊ ഈ ക്ഷീരോദശകായ വിഷ്ണുവാണ് നമ്മളുടെ ഈ അവതാരങ്ങളൊക്കെ എടുത്ത് പുരുഷ സൂക്തം കൊണ്ട് അല്ലേ? അതെ, പുരുഷ സൂക്തം ചൊല്ലി സൂക്തം. അങ്ങനെ പ്രസന്നനാക്കി അവതരിക്കുന്നത്. അതായത് നമ്മളെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവും അവതാര പുരുഷനും എല്ലാം ഒരാളെ തന്നെയാണ്, ക്ഷീരോദശകായ വിഷ്ണു തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ മനസ്സിലാക്കി. 23-ാമത്തെ ശ്ലോകം സമയം ഉണ്ടാവുമോ? ഞാൻ ആ ശ്ലോകം വായിക്കാം. 24. ഞാൻ അഭയമാതാജി ബാക്കിയുള്ളതെല്ലാം അങ്ങ് വായിച്ചു പെട്ടെന്ന് എടുക്കാം. പാർത്ഥിവാധാരുണോ ധൂമ ധൂമസ്തമാദഗ്നിസ്ത്രയീമയാം തമസ്തു രജസ്തമസ്മാൻ സത്വം യൽ ബ്രഹ്മദർശനം. പാർത്ഥിവാധാരുണോ ധൂമ തസ്മാദഗ്നി സ്ത്രയീമയാം തമസസ്തു രജസ്തമസ്നാൽ സത്വം യൽ ബ്രഹ്മദർശനം. സവിതാമാത, ജ്ഞാനാഭ്യമാതാജി. പാർത്ഥിവാധാരണോ ധൂമസ്ത സ്തമദഗ്നി സ്ത്രീയമയ തമസ്തസ്തു രജസ്തമാൽ സത്വം യൽ ബ്രഹ്മദർശനം. അർത്ഥം വായിക്കണം? വേണം? വായിച്ചോ. അർത്ഥം പാർത്ഥിവാൽ പൃഥ്വിയിൽ നിന്ന്, ദാരുണ വിറക്, ധൂമ പുക, മസ്മാൽ അതിൽ നിന്നും, അഗ്നി ത്രയി വേദയജ്ഞങ്ങൾ യാഗങ്ങൾ, മയ നിർമ്മിതമായ, തമസ തമോ ഗുണത്തിൽ, തു എന്നാൽ, രജോ ഗുണം, തസ്മാൽ അതിൽ നിന്നും, സത്വം സത്വഗുണം, തൽ ഏത്, ബ്രഹ്മ നിരപേക്ഷ സത്യം, ദർശനം സാക്ഷാത്കാരം, വിവർത്തനം. പൃഥ്വിയുടെ തന്നെ ഒരു രൂപാന്തരീകരണമാണ് വിറക്. എന്നാൽ പുക അസംസ്കൃത തടിയേക്കാൾ മെച്ചപ്പെട്ടതാണ്. പക്ഷെ അഗ്നി അധികം മേന്മയുള്ളതാകുന്നു. അഗ്നി മുഖേന വേദങ്ങൾ അനുശാസിക്കുന്ന യാഗങ്ങളിലൂടെ നാം പരമജ്ഞാന നേട്ടം പ്രാപ്തമാക്കുന്നു. അതേപോലെ രജോ ഗുണം തമോ ഗുണത്തേക്കാൾ മെച്ചപ്പെട്ടതാണെങ്കിലും സത്വഗുണം അതീവ മേന്മയുള്ളതാകുന്നു. എന്തെന്നാൽ സത്വഗുണത്തിൽ ഒരാൾ നിരപേക്ഷ സത്യ സാക്ഷാത്കാരം സാധ്യമാക്കി തീർക്കുന്നു. ഭാവാർത്ഥം ജയശ്രീല പ്രഭാത് കീ ജയ്. മുകളിൽ വിശദമാക്കിയതുപോലെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൂടെ ഭൗതികാസ്തിത്വത്തിലെ ബദ്ധജീവിതത്തിൽ നിന്നും ഒരാൾ സ്വതന്ത്രനാകുന്നു. ഭഗവാന്റെ ഭക്തിയുത സേവന യോഗ്യനാവാൻ ഒരാൾ സത്വഗുണ പദവിയിലേക്ക് ഉയരേണ്ടതാണെന്ന വസ്തുതയെ ഇവിടെ ആവർത്തിച്ച് സമാവേശിപ്പിച്ചിരിക്കുന്നു. എന്നാൽ പുരോഗമന പാതയിൽ അന്തരായങ്ങൾ ഉണ്ടായാൽ ആർക്കും തമോ ഗുണത്തിൽ അവസ്ഥിതമായവർക്കും ആത്മീയാചാര്യന്റെ വിദഗ്ധമായ മാർഗനിർദ്ദേശത്താൽ ക്രമേണ സത്വഗുണ പദവിയിലേക്ക് ഉയരാൻ സാധ്യമാകുന്നു. ആകയാൽ ആത്മാർത്ഥനായ വിദ്യാർത്ഥി അപ്രകാരമുള്ള വികാസം മുന്നേറ്റത്തിന് വിദഗ്ധനായ ഒരു ആത്മീയാചാര്യനെ നിശ്ചയമായും സമീപിക്കണം. മാത്രവുമല്ല, ഉത്തമ വിശ്വാസയോഗ്യനായ ആത്മീയാചാര്യൻ ജീവിതത്തിന്റെ ഏതവസ്ഥയിൽ നിന്നുമുള്ള തമസ് രമസ് സത്വഗുണത്തിൽ അധിഷ്ഠമായ ഏതൊരു ശിഷ്യനെയും നയിക്കുവാൻ തക്ക സമർത്ഥനായിരിക്കണം. ആകയാൽ ഏത് ഗുണത്തിലുള്ള അല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള പരമദിവ്യോത്തമ പുരുഷനെ ആരാധിച്ചാലും സമാനമായ നേട്ടമാണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്, അപരാധമാണ്. വിഷ്ണു ഒഴികെയുള്ള അഖില പാർത്ഥക്യ രൂപങ്ങളും ഭൗതിക ശക്തിക്ക് വിധേയമായിട്ടാണ് ആവിർഭവിച്ചത്. ആകയാൽ ഭൗതിക ശക്തി സ്വരൂപങ്ങൾക്ക് ഭൗതിക ബന്ധങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം നേടിത്തരാനോ സത്വഗുണ പദവിയിലേക്ക് ആരെയെങ്കിലും ഉത്ഥാനം ചെയ്യാനോ ഉള്ള കഴിവില്ല. ആസാൻമാർഗീയമായ ജീവിതം തമോ ഗുണത്തിലാണ്
നിയന്ത്രിക്കപ്പെടുന്നത്. പലവിധമായ ഭൗതിക നേട്ടങ്ങൾക്കും ലാലസമായ പരിഷ്കൃത മാനവ ജീവിതം രജോ ഗുണത്തിൽ അധിഷ്ഠിതമാണ്. രജോ ഗുണപ്രധാന ജീവിതം നിരപേക്ഷ സാക്ഷാത്കാരത്തിനുതകുന്ന അന്തസാര വിഹീനമായ സൂചനകൾ, തത്വശാസ്ത്രത്തിലെ സുഭഗമായ വികാര താരല്യം, കലാ സദാചാര സന്മാർക്ക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്കാര തത്വങ്ങൾ എന്നിവയാൽ പൂരിതമാണ്. എന്നാൽ സത്വഗുണം ഭൗതിക ഗുണങ്ങൾക്ക് അതീതമായ ഉത്തുംഗ പദവിയിലാകുന്നു. നിരപേക്ഷ സത്യസാക്ഷാത്കാരത്തിന് ഒരാളെ യഥാർത്ഥമായി സത്വഗുണം സഹായിക്കുന്നു. മറ്റു വിധത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത വിധങ്ങളായ ആരാധന രീതികൾ തമ്മിൽ ഗുണപരങ്ങളായ അന്തരമുണ്ട്. മാത്രവുമല്ല, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ പ്രബല ദേവന്മാരിൽ നിന്ന് ലഭിക്കുന്ന യഥാനുക്രമമായ ഫലങ്ങളും വിഭിന്നമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മളിവിടെ കണ്ടത് ഗുണങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഗുണങ്ങളിൽ സത്വഗുണം പ്രധാനമാണ്. അപ്പൊ സത്വഗുണത്തിന്റെ അധിപതിയായ ഭഗവാൻ അതിൽ സർവശ്രേഷ്ഠനാണ്. ഈ മറ്റുള്ള ഗുണങ്ങളുള്ള ഭഗവാനേക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കാതെ മറ്റുള്ള ഗുണങ്ങളിലേക്ക് പോകുന്ന ലോവർ ടേസ്റ്റിലേക്ക് പോകുന്ന ആൾക്കാർക്കും ഒരിക്കലും അവരുടെ ആ ഒരു ആത്മീയ പുരോഗതി ഉണ്ടാകുന്നില്ല. ശശികല മാതാജിക്ക് ഒരു സമ്മറി പറയാൻ പറ്റുമോ ഈ ശ്ലോകത്തിന്റെ? ഹരേ കൃഷ്ണ പ്രഭു. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഭക്തിയുത സേവനത്തിന്റെ ഗുണത്തെപ്പറ്റി. നമ്മൾ ഭക്തിയുത സേവനം നടത്തുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബദ്ധാത്മാവിൽ നിന്നും മുക്താത്മാവാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ 3 ഗുണങ്ങളിൽ നമുക്ക് വിമുക്തമാക്കാൻ സാധിക്കും. ഈ 3 ഗുണത്തിൽ നിന്ന് തമോ ഗുണത്തിലാണ് എങ്കിൽ നമുക്ക് ഭൗതികമായതിനോട് വളരെ ആഗ്രഹം കാണും. അതിനേക്കാൾ രജോ ഗുണത്തിലുള്ളവരാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീത 14-ാം ചാപ്റ്ററില് 3 ഗുണത്തിന്റെയും ആൾക്കാരുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കുന്നു. രജോ ഗുണപ്രധാനികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കഠിനാധ്വാനം ചെയ്ത ജീവിതത്തിൽ ഉയരണമെന്നായിരിക്കും ആഗ്രഹം. അപ്പൊ അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ക്ലേശമായിരിക്കും. തമോ ഗുണമാണെങ്കിൽ അതിലും താഴ്ന്ന നിലയിലായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും സത്വഗുണത്തിൽ ഭഗവാനെ ഭക്തിയുത സേവനത്തിലൂടെ ഒരു ആത്മീയ ആചാര്യന്റെ ഉപദേശത്തോടു കൂടി നമ്മൾ സത്വഗുണത്തിലേക്ക് ഉയരണം. അപ്പം മാത്രം നമുക്ക് ഈ ബദ്ധ ജീവിതത്തിൽ നിന്ന് നമുക്ക് മുക്തരാവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് പറയുന്നത് നമുക്ക് ഭൗതികതയോട് ആസക്തി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ദേവന്മാരെ ആരാധിക്കുക. ഇപ്പൊ ശിവഭഗവാൻ ആണെങ്കിലും ബ്രഹ്മാവ് ആണെങ്കിലും അവർക്ക് ഭൗതികതയിലുള്ളവരായതുകൊണ്ട് അവർക്ക് ഭൗതികമായ ഗുണങ്ങൾ മാത്രമേ നമുക്ക് തരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഉദ്ദേശം എന്ന് പറയുന്നത് മുക്തിയാണ്. അത് തരാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ആവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഭഗവത് സേവനം ചെയ്ത് സത്വഗുണത്തിലേക്ക് ഉയർന്ന് മുക്താത്മാവ് ആവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത്ര ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. മാതാജി ഇതിൽ പറഞ്ഞിരിക്കുന്നതിലും കൂടുതൽ പറഞ്ഞിരിക്കുന്നു. മാതാജിക്ക് ഒരു ക്ലാസ് എടുത്തുകൂടെ മാതാജി? മുരളീപ്രഭു പറയാറുണ്ട്. മുരളീപ്രഭുവിന്റെ അടുത്ത് എപ്പോഴും പറയും ക്ലാസ് എടുക്കാൻ മലയെന്ന്. അതായത് ഇതിനകത്ത് ശ്രീലപ്രഭാതിൽ എഴുതിയിരിക്കുന്ന എല്ലാം കൂടുതൽ ഇപ്പം മാതാജി പറഞ്ഞിരിക്കുന്നു. മാതാജി ഇനി എടുത്ത് പഠിക്കണം. മാതാജിക്ക് നല്ല എടുക്കണമെന്നുണ്ട് പ്രഭു. കൂടുതലായിട്ടൊക്കെ ഇനി ഒരു ദിവസം പറ. എടുക്കണമെന്നുണ്ട് എനിക്ക്, പക്ഷെ ആരെയും കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് മാതാജി എങ്ങനെയാണ് എടുക്കുന്ന ഈ ക്ലാസ് ഭാഗവതം? ക്ലാസ് എനിക്ക് എടുക്കാൻ ചോദിക്കണ്ടല്ലോ. പറ്റും പ്രഭു. അത്രയ്ക്കൊന്നും അറിവില്ല പ്രഭു, സീറോയാണ്. അല്ല, അറിവില്ല എന്നുള്ളത് അത് നമുക്ക് ആർക്കും അറിയുള്ളത്? എനിക്കറിയോ? ഇപ്പൊ മാതാജി പറഞ്ഞ അത്രയൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം നമ്മൾ ഈ ഗുരുപ്രഭു ഒക്കെ കേട്ട് നമ്മൾ ഈ കോപ്പി പേസ്റ്റ് ചെയ്ത് പറയുന്നതല്ലാതെ നമ്മൾ എന്താ പറയുക, ഇത് ആർജിച്ചെടുത്ത ജ്ഞാനമൊന്നും അല്ലല്ലോ. കുത്തിയിരുന്ന് പഠിച്ച് അവരൊക്കെ ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ട് ഓർമ്മയുള്ളതൊക്കെ പറയുന്നതാണ്. ഇപ്പൊ ഓർമ്മയെല്ലാം തീർന്നു പോയി. അപ്പോൾ എന്തായാലും മാതാജി എൻ്റെ കാതലായിട്ടുള്ള സമ്മരം മുഴുവൻ നമ്മൾക്ക് പറഞ്ഞു തന്നു. അപ്പം അത് തന്നെയാണ് നമ്മൾ ആ സത്വഗുണത്തിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് നിരപേക്ഷ സത്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ. നിരപേക്ഷ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്പെൻഡൻസി ഒന്നുമില്ല, ആവേശികത ഇല്ലാത്തൊരു സത്യമാണ് അല്ലേ? സത്യം പരം ധീമഹി. ആ പരമസത്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ അറ്റ്ലീസ്റ്റ് നമ്മൾ സത്വഗുണത്തിന്റെ പ്ലാറ്റ്ഫോമിൽ എത്തണം. അതുപോലെ ശുദ്ധഭക്തനാകുകയാണെങ്കിൽ ശുദ്ധ സാത്വിക് മൂഡിലേക്ക് എത്തിച്ചേരണം. അപ്പൊ ശുദ്ധഭക്തനും സാധാരണ ഭക്തനും തമ്മിൽ വ്യത്യാസമുണ്ട്. ശുദ്ധഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്ന് പറഞ്ഞാൽ ഏത് പരീക്ഷണങ്ങളെ അദ്ദേഹം എന്താണ് ധൈര്യവും നമ്മളെ പറ്റിയുള്ളവർക്ക് എനിക്കിപ്പോൾ 2-3 ദിവസമായിട്ടൊരു തലവേദന ക്ലൈമറ്റിന്റെ ഇതൊക്കെയാണ്. ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ എന്താ പറഞ്ഞ ഈ പാറി പറന്ന് നടക്കുകയാണ്. ഈ നിലാവത്തൊക്കെ ഈ കോഴി നടക്കുന്നില്ല, ആ അവസ്ഥയിൽ നടക്കുകയാണ്. ഒരു അച്ഛനെ നിന്ന് ഈയിടയ്ക്ക് ചോദിക്കുക പ്രഭു, അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛന് അച്ഛന് സാരമില്ലേ? ഞാനിപ്പോ സംസാരിച്ചായിരുന്നു ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ. അച്ഛന് വേദനയൊന്നും ഇല്ലാന്നേ മുറിവൊക്കെ കഴിഞ്ഞു. പറയുള്ളൂ. എന്ത് നല്ല അല്ല, ഇഞ്ചക്ഷൻ എടുത്തു മുറിവൊക്കെ കഴിഞ്ഞു. ഇന്നലെയും പോയി. ആ, മുറിവെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഷുഗറൊക്കെ ഉണ്ട്. അതായത് അത്ര കരിഞ്ഞിട്ടൊന്നും ഇല്ല, കുറേ ഉണ്ട്. ഇവിടെയല്ലേ? ഈ പട്ടിയുടെ ആന്റിവെനം വല്ലതും എടുത്തോ? ആന്റിവെനം, ആന്റി അതെല്ലാം പട്ടിയുടെ. സാരമില്ല, അന്നേരം പിന്നെ സാരമില്ല. ആ അവിടെ ഗുരുവായൂർ ഒരുപാട് പേരെ കടിച്ചെന്ന് പറയുന്നു. ചെവിയൊക്കെ കടിച്ചു പറിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. പേപ്പർ ചെവി കിടന്നു. കടിച്ചു പറിച്ചുകൊണ്ട് പോയി. അവള് ക്യൂവിൽ നിൽക്കുന്ന 5-6 ഭക്തന്മാരെ പേരെ വന്ന് കടിച്ചു. കടിക്കുന്നുണ്ട്. ക്യൂവില്, അമ്പലത്തിൽ ക്യൂവിൽ നിൽക്കുന്ന 5-6 പേരെ കടിച്ചോണ്ട് പോയി. 5-6 പേരെ കടിച്ചെന്ന് നല്ലോണം. ചാടിയാ കടിക്കുന്നത്. അയ്യോ, ഇതല്ലേ ബൈക്കിലൊക്കെ പോകുമ്പോഴേക്കും പറന്നു വന്നിട്ടില്ല, അച്ഛൻ നെഞ്ചും കൂടെ അല്ലേ കടിച്ചോണ്ട് പോയത്. കഷ്ടം. നടക്കാൻ പോയതാണോ? വെറുതെ പോയതാണോ? നടക്കാൻ പോയതാ. അയ്യോ, ഒരാളും പേടിച്ചിപ്പോ കുട്ടികളെ പോലും സ്കൂളിൽ വിടാണ്ട് പേടിച്ചിട്ടിരിക്കുക. ഓട്ടോയിൽ അല്ലാതെ വിടാൻ പറ്റത്തില്ല. അയ്യോ. അതുപോലെ ഇത് കൂട്ടം കൂടായിട്ട് ഇതിനെയൊക്കെ നിൽക്കുകയാണ്. ഇതിനെയൊക്കെ കൊല്ലാനൊക്കെ അത് സമ്മതിക്കത്തില്ല. പട്ടിയെ കൊല്ലാന്. ഇല്ല, അതിന് നിയമം ഇല്ല ഇപ്പം നമ്മുടെ നാട്ടില്. ഓ. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താണ് പറയുന്നത്, അപ്പൊ ഈ പറഞ്ഞ എന്താ പറയുന്നത്, അപ്പൊ മാതാജി കാര്യമായിട്ട് ആലോചിക്കുകയും നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. അടുത്തന്നെ ഇന്നത്തെ ക്ലാസ് മുതൽ. ഞാൻ നാട്ടിലാണെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എടുക്കാൻ പറ്റുമെന്ന്. ഇനി അടുത്ത ശ്ലോകം 25. സവിത മാതാജി വായിക്കാമോ? ഞാൻ ഈ ബേസിലാണ്. അപ്പൊ ആരെങ്കിലും ഫസ്റ്റ് ഒന്ന് വായിക്കുവാണെങ്കിൽ അത് തന്നെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാൻ. അത് അടിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്തമദോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേയനു താനിഹ. ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്തമദോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേയോനു താനിഹ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ബേജിരെ മുനയോദാഗ്രേ ഭവന്തം അദോക്ഷജം സത്വം വിശുദ്ധം ഷിമേയ കൽപ്പന്തേനു താനിഹ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധിക മാതാജി, അതിന്റെ വിവർത്തനം ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഭേജിരെ സേവന സമർപ്പണം മുനിമാർക്ക് അഥ അപ്രകാരം അഗ്രേ പൂർവമായി ഭഗവന്തം പരമദിവ്യോത്തമ പുരുഷന് അധോക്ഷജം സർവാതിശയം അതീന്ദ്രിയം സത്വം അസ്തിത്വം വിശുദ്ധ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്കുപരിയായി ക്ഷേമായ പരമനേട്ടം ആർജിക്കാൻ കൽപ്പന്തെ അർഹിക്കുന്ന അനു പിന്തുടരുക താൻ അവ ഇഹ ഈ ഭൗതിക ലോകത്ത്. വിവർത്തനമാൻ ഭാവാർത്ഥം ബൈ ശീലപ്രഭുപാദ് ജയ്. ഭഗവാന്റെ അസ്തിത്വം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമാകയാൽ സർവ ഋഷി ശ്രേഷ്ഠന്മാർക്കും പരമദിവ്യോത്തമ പുരുഷന് സേവനം സമർപ്പിക്കുകയുണ്ടായി. ഭൗതികാവസ്ഥയിൽ നിന്നും സ്വതന്ത്രരാകാനും അവർ ഭഗവാനെ ആരാധിച്ചു. അവണ്ണമുള്ള ശ്രേഷ്ഠ പ്രാമാണികന്മാരെ പിന്തുടരുന്നതാരായാലും ഭൗതിക ലോകത്തിൽ നിന്നും സ്വതന്ത്രരാകാൻ യോഗ്യരാകുന്നു. ഭാവാർത്ഥം. വായിച്ചോട്ടെ. മതാനുഷ്ഠാനത്തിന്റെ ഉദ്ദേശം ഭൗതിക നേട്ടമോ ദ്രവ്യത്തെ ആത്മാവിൽ നിന്നും വിവേചിച്ചറിയാനുള്ള സാമാന്യ ജ്ഞാനമോ അല്ല. മതാനുഷ്ഠാനങ്ങളുടെ പരമലക്ഷ്യം ഭൗതിക ബന്ധനത്തിൽ നിന്നുള്ള മോചനവും അതീന്ദ്രിയ ലോക സ്വതന്ത്ര ജീവിത പുനരാർജവുമാകുന്നു. ആകയാൽ മതനിയമങ്ങൾ പരമദിവ്യോത്തമ പുരുഷനാൽ നേരിട്ട് നിർമ്മിക്കപ്പെട്ടതാകുന്നു. മഹാജനങ്ങൾ അഥവാ ഭഗവാനാൽ നിയുക്തമായ പ്രതിനിധികൾ ഒഴികെ മറ്റാരും മതത്തിന്റെ ലക്ഷ്യം അഥവാ ഉദ്ദേശം അറിയുന്നില്ല. മതോദ്ദേശം അറിയുന്ന ഭഗവാന്റെ വിശിഷ്ട പ്രതിനിധികൾ 12 പേരുണ്ട്. മാത്രവുമല്ല അവരെല്ലാം ഭഗവാന് അതീന്ദ്രിയ സേവനം സമർപ്പിക്കുന്നവരുമാണ്. സ്വനന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഈ മഹാജനങ്ങളെ പിന്തുടർന്ന് പരമോന്നതമായ നേട്ടം പ്രാപ്തമാക്കണം. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഭഗവാന്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ, ഈ ഭഗവാൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ ഈ ഭൗതിക പ്രകൃതിയുടെ തലങ്ങൾക്ക് വളരെ ഉയർന്നതാണ്. ഞാൻ ഇന്നും ഇടയ്ക്ക് വാട്സപ്പിലും കണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും, ഞാൻ കൃഷ്ണനെ വിശ്വസിക്കുന്നു, കഥയാണ്. ഒരു സ്ത്രീ പറയാം, ഞാൻ കൃഷ്ണനെ വിശ്വസിക്കുന്നു, അത് കഥയാണ്, മിത്തോളജി, ഹിന്ദു മിത്തോളജി എന്നാണ് നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കുക. മിത്തോളജി എന്ന് പറഞ്ഞാൽ കെട്ടുകഥ. കെട്ടുകഥയാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ നല്ലതല്ല, ആ കഥ നല്ല അർത്ഥത്തിൽ എടുത്താൽ മതിയില്ലേ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കുറേ പേരെ കാണും. കാര്യം അവര്, ശ്രീലപ്രഭാതൻ അങ്ങനെയുള്ളവർക്ക് വടിയെടുത്ത് അടിക്കണം എന്നാണ് പറയുന്നത്. കാര്യം ഇവര് നമ്മളുടെ ഇതിന് അനുകൂലമായിട്ടാണ് പറയുന്നത്. പക്ഷെ അവർ പറഞ്ഞ വിവേകാനന്ദനെ പോലും വടിയെടുത്ത് അടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓടിക്കണം, ഫ്രോഡ് എന്നാണ് ഒക്കെ പറയുന്നത്. കാര്യം എന്താണ്? അവരൊക്കെ ഈ അവ്യക്തഹിതവാദിയാണ്. ഭഗവാന് സ്വരൂപമില്ലാത്ത ആൾ. ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒരുപാട് തത്വങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട്. കാര്യം അതെല്ലാം ശാസ്ത്രവുമാണ്. പക്ഷെ ഭഗവാന്റെ പൊട്ടൻസി അവര് എടുത്തു കളഞ്ഞു എന്നും പറഞ്ഞിട്ടാണ്. കാര്യം ശ്രീലപ്രഭാതന്റെ ഓരോ സ്ഥലത്ത് നമുക്ക് കാണാം, പരമദിവ്യോത്തമ പുരുഷൻ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അതിൽ അദ്ദേഹം ഒരു നെഗോഷിയേഷനും കൊടുത്തിട്ടില്ല, ഒരാൾക്കും അതിൽ പരമാധികാരം കൊടുത്തിട്ടില്ല. ശ്രീലപ്രഭാതർ അല്ലേ? വേറെ ഒരാൾക്കും ഭഗവാന്റെ മുകളിൽ ഒരു ഇത് ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതാരാണ്? ഞാനിപ്പോ പറയുന്ന ശ്രീജി. ആരാണ് ശ്രീജി? അല്ലെങ്കിൽ നമ്മളുടെ കിശോരിജി. കിശോരിജി, രാധാറാണി. രാധാറാണി. ഹൂ ഈസ് കൃഷ്ണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും പറയും ഹീസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയും. ഹൂ ഈസ് രാധാറാണി എന്ന് ചോദിച്ചാൽ ഉടനെ തിരിച്ചു ചോദിക്കും, ഹൂ ആർ യു ടു ആസ്ക് അബൌട്ട് രാധാറാണി. ഉടനെ തിരിച്ചു ചോദിക്കും, ഹൂ ആർ യു, നീ ആരാണ് എന്നോട് രാധാറാണിയെ പറ്റി ചോദിക്കാൻ? ഐ ആം ഈവൻ നോട്ട് ക്വാളിഫൈഡ് ടു ടെൽ അബൌട്ട് രാധാറാണി. എനിക്ക് യോഗ്യതയില്ല രാധാറാണിയെ പറ്റി പറയാൻ എന്നാണ് ശ്രീലപ്രഭുപാദർ പറയുന്നത്. നീ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാനുള്ള യോഗ്യത എനിക്ക് വേണ്ട, രാധാറാണി ആരാണെന്ന് പറയാനിട്ട്. അതിനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് അത് എനിക്ക് പറയാനായിട്ട് സാധ്യമല്ല. അപ്പം കൃഷ്ണനേക്കാൾ മുകളിലുള്ള ഒരേ ഒരാളെ ഉള്ളൂ. ആരാണ്? രാധാറാണി. ഭഗവാൻ ഇതിൻ്റെ അകത്ത് ശ്രീലപ്രഭാതർ എഴുതിയിരിക്കുമ്പം ഏറ്റവും പരമമായ കാര്യം, ഭാഗവത്തിലും ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞ് പരമമായിട്ടുള്ളത് പരമസത്യം അല്ലെങ്കിൽ ഭഗവാൻ. അതിലും മുകളിലുള്ള ഒരു സത്യത്തെപ്പറ്റി നമ്മൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മളുടെ ഭാവവും രൂപവും നിലപാടും ഇത് അസോസിയേഷനൊന്നും ഇതിൽ ഒതുങ്ങില്ല. അത് അതിലും വലിയ ജ്ഞാനമാണ്, PhD ആണ്. അതുകൊണ്ടുള്ള ചൈതന്യ ചരിതാമൃതത്തിൽ എല്ലാവരും PhD ആണെന്ന് പറയുന്നില്ലേ. രാധാ ഭാവത്തിൽ ഇരുന്നിട്ടുള്ള ഒരു സ്റ്റഡീസ് ആണല്ലേ. രാഗാനുഗ പ്രേമ ഭക്തി, രൂപഗോസ്വാമിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നല്ലേ, രാഗാനുഗ ഭക്തിയാണ് അതല്ലേ. സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപാന്തികം. രൂപഗോസ്വാമി വിഭാവനം ചെയ്തതാണ് രാഗാനുഗ ഭക്തി. അല്ലെങ്കിൽ നമ്മുടെ ജയദേവ ഗോസ്വാമിയും നമ്മുടെ പത്മാവതി അവരൊക്കെ വിഭാവനം ചെയ്ത ആ ഒരു രാധാ തത്വത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു സഞ്ചാരം. അത് നമ്മൾ ഈ ഈ കൃഷ്ണന്റെ ആ ഒരു ലെവൽ എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയൊക്കെ ഉണ്ട്. ഇത് വേറൊരു ലെവലാണ് അല്ലേ. അവർക്ക് വേണമെങ്കിൽ എടാ വാടാ പോടാ അതൊക്കെ ആകാം, കൃഷ്ണനോട് ശകാരിക്കാം, അങ്ങനെ കൃഷ്ണന്റെ അടുക്ക സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഭഗവാൻ പരമദിവ്യോത്തമ കൃഷ്ണനല്ലേ, നമ്മൾ ചെയ്യുന്ന എത്ര ഭക്തിയോടുകൂടി ആരാധനയോടുകൂടി അല്ലേ. അവർക്ക് അതിന്റെ വേറൊരു തലത്തിലാണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന അവരുടെ ഭാവവും ഭക്തിയും എല്ലാം വേറൊരു തലത്തിലായത് കാരണം നമുക്ക് അതിനെപ്പറ്റി വിവരിക്കാനോ നിർവചിക്കാനോ അറിയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് മേലെയാണ് ഈ ഭഗവാന്റെ അസ്തിത്വം തന്നെ. അപ്പൊ രാധാറാണിയോ അതിലൊക്കെ എത്രയോ മുകളിലാണ് അല്ലെ. നമ്മൾ ഈ നിഴലും സൂര്യപ്രകാശമായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കമ്പയർ ചെയ്തില്ലേ. നിഴല് മായയും രാധാറാണി സൂര്യപ്രകാശവുമാണ്. അപ്പം എവിടെ നിന്നാണ് ഇത് വരുന്നത്? ഭഗവാനിൽ നിന്നാണ് വരുന്നത് അല്ലെ. കാര്യം ഭഗവാൻ അവിടെ ഉണ്ടായിട്ട് ഈ പ്രകാശം അവിടെ ഇല്ലെങ്കിൽ ഭഗവാനെ ആരെങ്കിലും അറിയുമോ? കാര്യം ഈ പ്രകാശം ഉള്ളത് കൊണ്ടാണ്, സൂര്യൻ അവിടെ ഉള്ളത് കൊണ്ടാണ് സൂര്യപ്രകാശം ഉള്ളത്. സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് നമ്മൾ സൂര്യനെ അറിഞ്ഞു. കണ്ടില്ല ആ റിലേഷൻ? നോക്കിയേ, സൂര്യൻ അവിടെ ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം ഉണ്ടായി. കാര്യം ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് രാധാറാണി ഉള്ളത് അല്ലേ. കാര്യം ഭഗവാന്റെ തന്നെ എന്താണ് ശക്തിയാണ് രാധാറാണി. സൂര്യഗോളം അവിടെ ഉണ്ട്, സൂര്യരശ്മിയില്ല.
എന്ത് കാര്യം? ചൂടും പ്രകാശവും നമുക്ക് കിട്ടിയില്ല, എന്ത് കാര്യം? പിന്നെ നമുക്ക് വേറൊരു കാര്യം, നമുക്ക് സൂര്യഗോളത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. നമുക്ക് സൂര്യരശ്മിയിൽ നിന്ന് തന്നെ എല്ലാം കിട്ടി അവിടെ പോകാതെ. അപ്പം ഏതാണ് ഹയർ? സൂര്യരശ്മിയാണല്ലേ. അതിന്റെ വേറൊരു മറുവശമുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ, റിയലൈസേഷനിലേക്ക് പോകുമ്പോഴത്തേക്കിനും സൂര്യരശ്മിയിലേക്ക് ഒരിക്കലും ആശ്രയിക്കരുത്. നമ്മള് അതാണ് രണ്ട് തലങ്ങളുണ്ട്. ബ്രഹ്മൻ റിയലൈസേഷൻ പോകുമ്പോൾ എന്താണ്? സൂര്യരശ്മിയാണ്. അതിലൊരിക്കലും ഇപ്പോൾ നമ്മൾ സൂര്യഗോളത്തിന്റെ അകത്താണ് പോകുന്നത്. ഇത് രണ്ടും കൂടെ തെറ്റിപ്പോകരുത് ഒരിക്കലും ഈ ഒരു എക്സാമ്പിൾ, കേട്ടോ. അത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു വ്യക്തമായിട്ട്. അപ്പം പരമദിവ്യോത്തമ പുരുഷന് സേവനം സമർപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഭൗതിക അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രരാകാനും അവർ ഭഗവാനെ ആരാധിച്ചു. അപ്പം സർവ ഋഷിശ്രേഷ്ഠന്മാരും എന്താണ്? പരമദിവ്യോത്തമ പുരുഷന് സേവനം അർപ്പിച്ചു. അപ്പൊ സേവനം അർപ്പിക്കുന്നത്, ഭഗവാന് സേവനം അർപ്പിക്കാനായിട്ടുള്ള ഒരുപാട് മെത്തേഡ് അല്ലേ. നമുക്ക് നവവിധ ഭക്തി അറിയാം അല്ലേ. നമ്മൾ ഈ ഭാഗവതം വായിച്ചു, പറഞ്ഞു, പഠിപ്പിച്ചു, ഡിസ്കസ് ചെയ്തു, ഭഗവാന്റെ കഥ പറയുന്ന എല്ലാം ഒരു സേവനമാണ് അല്ലേ. ഇതെല്ലാം ഒരു പർട്ടിക്കുലർ സമയം അതിക്രമിച്ചു പർട്ടിക്കുലർ ടൈപ്പുള്ള സേവനമാണ്. അപ്പം ഭൗതിക അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രനാകാനായിട്ട് അവർ ഭഗവാനെ ആരാധിച്ചു. ഈ അസ്തിത്വത്തിൽ നിന്ന്, ഞാനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അവസ്ഥ, നമ്മുടെ ഈ കാണുന്ന നശ്വരമായ ശരീരത്തിൽ നിന്ന് ഒന്ന് പുറത്തു കിടക്കാനായിട്ട് അതിനെപ്പറ്റിയുള്ള ജ്ഞാനം ഗ്രഹിച്ചവരൊക്കെ തന്നെ ഭഗവാനെ ആരാധിച്ചു പോന്നു. ഔവണ്ണമുള്ള ശ്രേഷ്ഠ പ്രാമാണികരെ പിന്തുടരുന്നവർ അത് ആരായാലും ഭൗതിക ലോകത്തിൽ നിന്ന് അവർ സ്വതന്ത്രരാകാൻ യോഗ്യത ഉള്ളവരാകുന്നു. അപ്പം ഈ വിവരം ആദ്യമായിട്ട് ഈ പരമസത്യം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാര് പറഞ്ഞു തന്നാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം എനിക്ക് എൻ്റെ ശിക്ഷാഗുരു പറഞ്ഞു, ശിക്ഷാഗുരുവിന് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗുരു ജയപതാകസ്വാമി പറഞ്ഞു, അങ്ങനെ ശ്രീലപ്രഭാതർ പറഞ്ഞു, അങ്ങനെ അങ്ങനെ അത് ഭഗവാനിലേക്കാണ് എത്തിച്ചേരുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പേ വന്നിട്ടുള്ള പ്രാമാണികര് പറഞ്ഞു തന്നിട്ടുള്ള ഈ പരമസത്യം നമ്മൾ അതേപടി അതിനെ പിന്തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും എന്താണ്? ഈ കണ്ണിയിൽ ഇതാണ്, നമ്മൾ കണ്ണിയിൽ കണക്ട് ചെയ്തു അല്ലെ. കണക്റ്റിംഗ് വിത്ത് ദ സുപ്രീം ലോഡ്, ഓൾറെഡി കണക്റ്റഡ് ആയി. പിന്നെ നമ്മൾ എന്താണ്? നമ്മൾ അതിൽ നിന്ന് വിട്ടുപോകാതെ അതിൽ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് നമ്മൾ കുറെ പരിശ്രമം ചെയ്യേണ്ടി വരും അല്ലേ. ഇവിടെ 12 മഹാജനങ്ങളെയല്ലേ പറഞ്ഞിരിക്കുന്നത് പ്രഭു? അപ്പൊ ഇവിടെ ആ പറഞ്ഞിട്ടുള്ള പ്രാമാണികരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ 12 മഹാജനങ്ങളെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ 12 മഹാജനങ്ങൾ ആദ്യമായി ഞാനത് സ്കിപ്പ് ചെയ്ത് പോയേനെ. അപ്പൊ ആ 12 മഹാജനങ്ങൾ പറഞ്ഞിട്ടുള്ള പാതയിൽ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാനെ കിട്ടും. കാര്യം അവർ ഭഗവാനെ അറിഞ്ഞിട്ടുള്ളവരാണ്. അതിലെ പ്രമുഖരായിട്ടുള്ള വിത്തുള്ള ശ്ലോകമുണ്ട്. അതിലിപ്പോ മാതാജിക്ക് ഓർമ്മ കാണും, എനിക്ക് ഓർമ്മയില്ല. സ്വയംഭോ നാരദോ ശംഭോ കുമാരോ കപിലോ കുമാരോ കപിലോ മനു ബലിർവയ്യ സഖിർവയ്യ. അപ്പം കുമാരൻ ആരാണ്? സനൽകുമാര ഋഷി, കുമാര, നാരദൻ, സനാതനൻ, ശംഭു എന്ന് പറഞ്ഞ ശിവൻ, പിന്നെ കപില ബ്രഹ്മർഷി, പിന്നെ ജനകനുണ്ട്, ഭീഷ്മദേവനുണ്ട്, മനു, പ്രഹ്ലാദൻ, മനുണ്ട്, പ്രഹ്ലാദനുണ്ട്, യമരാജനുണ്ട്. യമരാജനാണ് ഈ ശ്ലോകം പറയുന്നത് കേട്ടോ. അതെ. യമരാജനാണ് ഈ ശ്ലോകം പറയുന്നത്. അപ്പൊ അങ്ങനെ 12 മഹാജനങ്ങളുടെ കാൽപാത പിന്തുടരുന്നത്. ശുകമഹർഷി ഇല്ല മാതാജി? അതില് ബ്രഹ്മാവ്, നാരദൻ, ശിവ, കുമാരാസ്, കപില മഹർഷി, സ്വയംഭൂ മനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മൻ, ബലി മഹാരാജ്, സുഖദേവ് ഗോസ്വാമി ഉണ്ട്, പിന്നെ യമരാജൻ. അപ്പൊ അങ്ങനെ ഒരാള് ഞാനാണെന്ന് പറയുന്നുണ്ട്. ആ ഒരാളെന്ന് പറഞ്ഞാൽ യമദേവനാണ്. ലാസ്റ്റ് പറയുന്നുണ്ട് ആ ശ്ലോകത്തിന്റെ. അപ്പൊ യമരാജൻ പറഞ്ഞ ശ്ലോകമാണ്. അപ്പൊ യമരാജൻ ആരോട് പറയാണ്? അജാമിളനെ യമദൂതന്മാര് 3 യമദൂതന്മാര് വന്ന് അജാമിളിന്റെ കെട്ടിക്കൊണ്ടാണ്ട് വന്നു കഴിഞ്ഞപ്പോ വിഷ്ണുദൂതന്മാര് വന്ന് അവരെ ഓടിച്ചില്ലേ. അപ്പൊ വിഷ്ണുദൂതന്മാർ വന്ന് അവരെ ഓടിച്ചപ്പോൾ അവര് യമദേവന്റെ അടുക്ക് കംപ്ലൈന്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പറയുവാണ്, പറഞ്ഞു കൊടുക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലെ.
ഈ 12 മഹാജനങ്ങൾ. അപ്പൊ എനിക്ക് ഒരു ബോസ് ഉണ്ടല്ലേ, ഞാൻ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ പാലിക്കുന്നവരാണ്. അപ്പൊ ഈ മഹാജനങ്ങൾ, പിന്നെ നമ്മൾ കണ്ടില്ല, തുളസി ആരാധിക്കുന്നവർ, തുളസി വെച്ച് പിടിപ്പിക്കുന്നവർ, നാമം ചെല്ലുന്നവരുടെ അടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള വലിയ തത്വം ഹേമദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം ധർമ്മം ആചരിക്കുന്നവനാണ് അല്ലേ. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ വ്യവസ്ഥയിൽ നിന്ന് ഒരു തരി പോലും, ഒരു ടൈം, കാലം നോക്കിയിരിക്കുവോ നമ്മളെ വന്ന് കൊണ്ടുപോകാനായിട്ട്? എക്സ്ക്യൂസ് മീ, അവിടെ വെയിറ്റ് ചെയ്യാം, ഞാനിവിടെ തിരക്കിലാന്ന് പറയുമോ? ഇല്ല അല്ലേ. അദ്ദേഹം കൃത്യസമയത്ത് വരും അല്ലേ. അദ്ദേഹം നമുക്ക് തരുന്ന ശിക്ഷയ്ക്ക് എന്തെങ്കിലും ഇളവ് തരുമോ? ഒരു ഇളവും ഇല്ല. മണ്ഡൂക മഹർഷിക്ക് ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശാപം കിട്ടി തന്നെ. അദ്ദേഹം ധർമ്മദേവതാണ് അല്ലെ. ധർമ്മം തുലാസ് ഇങ്ങനെ കോടതി വെച്ചിട്ടില്ല, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ടില്ലേ. അദ്ദേഹമാണ് ആ ധർമ്മം നിലനിർത്തുന്ന ആള്. ഭഗവാൻ ധർമ്മം പാലിക്കാൻ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ധർമ്മദേവൻ, ധർമ്മം പാലിക്കുന്ന ആള്. ആരൊക്കെ എന്തൊക്കെ ചെയ്തോ അവർക്ക് തീർച്ചയായിട്ടും അതിന്റെ പണിഷ്മെന്റ് കിട്ടിയിരിക്കും. ഒരു വ്യത്യാസവും ഇല്ല. പണിഷ്മെന്റിന് യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ അതിന്റെ ഇളവുകൾ എങ്ങനെ കിട്ടുന്നത്? ഇളവുകൾ കിട്ടുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇളവുകൾ കിട്ടുന്നത്. നമ്മൾ ചെയ്ത ഭക്തിയുത സേവനത്തിന്റെ തോതനുസരിച്ചിട്ടാണ് ഈ 28 നരകങ്ങളിൽ അനുഭവിക്കേണ്ട യാതനകൾ. ചിലപ്പോൾ കുറച്ച് നരകങ്ങൾ കുറച്ച് കിട്ടിയേക്കാം, അല്ലെങ്കിൽ കുറച്ച് ശിക്ഷകൾ കുറച്ച് കിട്ടിയേക്കാം. ചിലപ്പോൾ ഒരു പക്ഷെ പറയുമായിരിക്കും, അറിഞ്ഞുകൊണ്ട് ചെയ്തതിന് മാത്രം കൊടുത്താൽ മതി, അറിയാത്തതിന് വേണ്ട, അത് എഴുതി തള്ളിയിരിക്കുന്നു, മുൻകാല പ്രാബല്യത്തോടു കൂടി എഴുതി തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ഡ്രാമയിലുണ്ട്, ചിത്രഗുപ്തന്റെ അടുക്ക പോകുന്നതൊക്കെ ഉള്ള ഒരു കഥ. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഓർത്തപ്പോ ചിരി വന്നു. അപ്പം ആ മുൻകാല പ്രാബല്യം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തികളാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും. അതുകൊണ്ട് എത്ര പേർക്ക് കാർത്തിക മാസമായിട്ട് ഭാഗവതം കേൾക്കാണ്ട് തോന്നി? ഭാഗവതം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആസ്വദിച്ച് ഇരിക്കത്തേ ഉള്ളൂ. എന്നാൽ ക്ലാസ്സിലെങ്കിലും വന്നിട്ട് 1 മണിക്കൂർ ഇരിക്കാവുന്ന ആരും വിചാരിച്ചുമില്ല. എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും കാർത്തിക മാസത്തിൽ നമ്മൾ മറ്റുള്ള ഒരുപാട് ഔട്ടിങ്ങും അങ്ങനെയുള്ള പബ്ലിക് ഇന്റർവ്യൂസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ ഭഗവാന്റെ സർവീസ് ഒക്കെ ചെയ്തിട്ടിരിക്കേണ്ട കാര്യം. ഇത് സെയിലിന്റെ മാസം. നമ്മൾ പുറത്ത് സെയിൽസിൽ പോകാതെ നമ്മൾ വീട്ടിൽ ഇരുന്ന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നല്ലതാകും. ഹരേ കൃഷ്ണ. ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം. പറഞ്ഞോളൂ. 2-3 പേരല്ലേ, പെട്ടെന്ന് തീരും. ജ്ഞാനമയ മാതാജി, ഇതാണ് മാതാജി, മ്യൂട്ടാണോ? മൈക്ക് ഓൺ ആക്കൂ. നമ്മള് ഭഗവാൻ പറഞ്ഞ പോലെ നമ്മള് ശുദ്ധഭക്തന്മാരുടെയും ഭക്തജനങ്ങളെയും പാത പിന്തുടരണം. പാത പിന്തുടരുക. അപ്പൊ നമുക്ക് ശുദ്ധഭക്തി കിട്ടും. നമുക്ക് ശുദ്ധമായ സത്വഗുണം കിട്ടും. നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള ഒരു വഴി, ഷോർട്ടായിട്ടാണ് ഞാൻ പറയുന്നത്, ഭഗവാനിൽ എത്തിച്ചേരാനുള്ള ഒരു വഴി ഭഗവാൻ തുറന്നു തരും. ഹരേ കൃഷ്ണ. സവിത മാതാജി. ഇപ്പൊ ഭൗതിക ജീവിതത്തിൽ ജീവിക്കാനാണെങ്കിൽ നമുക്ക് മറ്റുള്ള ദേവന്മാരെ, ഇപ്പൊ ശിവൻ അങ്ങനെയുള്ള മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുമ്പോൾ അവർ അതിനുള്ള ബെനിഫിറ്റും നമുക്ക് തരും. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മുടെ ലക്ഷ്യം മുക്തി, അങ്ങനെ ഒരു മാർഗമായതുകൊണ്ട് നമ്മൾ സത്വരജത്തിലുള്ള മഹാവിഷ്ണുവിനെ തന്നെയാണ് എപ്പോഴും ആരാധിക്കേണ്ടത്. പരമശ്രേഷ്ഠനാണ് അല്ലേ. ആ നമുക്ക് ശ്രേഷ്ഠത നേടാനും അങ്ങനെ സത്വഗുണത്തിലുള്ള ആരാധന തന്നെ ചെയ്യണം. അതിന്റെ അധിപതിയായിട്ടുള്ള ദേവനെ തന്നെ ആരാധിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിസ്തരണങ്ങളെ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. സത്വഗുണത്തിന്റെ പ്രാധാന്യം ഇവിടെ പറയുന്നുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഒരു വിറകിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് പുക. ആ പുകയെക്കാട്ടിലും ശ്രേഷ്ഠമാണ് അഗ്നി. അതായത് തമോ ഗുണത്തിനെക്കാട്ടിലും ശ്രേഷ്ഠമാണ് രജോ ഗുണം. രജോ ഗുണത്തിനെക്കാട്ടിലും തീർച്ചയായിട്ടും നല്ലതാണ് സത്വഗുണം. അപ്പൊ ആ സത്വഗുണത്തിലേക്ക് നമ്മൾ വരാൻ ഭഗവാൻ ഒരു ഭക്തിയുത സേവനത്തിലൂടെയും ഒരു ആത്മീയ ആചാര്യന്റെ നമുക്ക് ആ ഒരു ശിക്ഷണത്തിലൂടെ നമുക്ക് ആ ഒരു സത്വഗുണത്തിലേക്ക് വരാനും അങ്ങനെ ഭഗവാന്റെ ആ പരമമായ ആ ഒരു ധാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള വഴി നമുക്ക് ആത്മീയ ആചാര്യൻ മൂലം നമുക്ക് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം നമ്മളെ ഭക്തിയുടെ സേവനവും ഭക്തന്മാരുടെ സേവനവും ചെയ്തിട്ട്
നമ്മൾ ഭഗവാന്റെ ധാമത്തിലേക്ക് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശശികല ഹരേ കൃഷ്ണ മാതാജി പ്രഭു. സമ്മറി. ഹരേ കൃഷ്ണ പ്രഭു. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ശ്ലോകം പഠിച്ചു. ശ്ലോകം 23 പ്രഭു സർഗസൃഷ്ടിയെ പറ്റി പറഞ്ഞായിരുന്നു. അല്ലെ, ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം ആരംഭിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് രണ്ടാമത്തെ അവതാരമായ ബലരാമൻ വരുന്നു. ബലരാമനിൽ നിന്നാണ് വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഈ 4 പേര്. ഈ സംഘർഷൻ മൂലസംഘർഷനാണ്. ഈ മൂലസംഘർഷനിൽ നിന്നും നാരായണൻ വരുന്നു. ഈ നാരായണിൽ നിന്നും രണ്ടാമത്തെ ചതുർയുഗം വരുന്നു. അത് വാസുദേവൻ, സംഘർഷൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. ഈ സംഘർഷൻ എന്ന് പറയുന്നത് മഹാസംഘർഷനാണ്. ഈ സംഘർഷനിൽ നിന്നാണ് ഗുണാവതാരങ്ങൾ, കാരണോദകശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, പുരുഷാവതാരങ്ങൾ അതെ പുരുഷാവതാരങ്ങൾ, കാരണോദശായി വിഷ്ണു, ഗർഭോദശായി വിഷ്ണു, ശിരോദകശായി വിഷ്ണു ഉണ്ടാവുന്നത്. ഈ കാരണോദശായ വിഷ്ണുവിന്റെ ശ്വാസത്തിൽ നിന്നാണ് ഈ ധാരാളം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിന് ഓരോ ശ്വാസത്തിൽ നിന്നല്ല, രോമകൂപങ്ങളിൽ നിന്നാണ് ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നത്. അത് ഈ ഓരോ ശ്വാസത്തിൽ അത് പുറത്തേക്കുന്നു, അടുത്തൊരു ശ്വാസത്തിൽ അത് ഉൾവലിയുന്നു, തിരിച്ച് ഉൾവലിയുന്നു. അപ്പൊ ഈ ഓരോ ബ്രഹ്മാണ്ടത്തിലും വീണ്ടും ഭഗവാൻ ഉൾപോയി. അതാണ് ഗർഭോദശായ വിഷ്ണു. അതിൽ ഗർഭോദശായ വിഷ്ണുവിന്റെ നാട്ടിൽ നിന്ന് വരുന്ന താമരയിലാണ് ബ്രഹ്മദേവൻ ഉണ്ടായത്. വീണ്ടും ആ ഗർഭോദശായ വിഷ്ണു അതെങ്ങനെ ഭൗതികത്തെ ഒരു ഭാഗത്ത് ക്ഷീരോദകശായി വിഷ്ണു ഉണ്ട് അല്ലെ, അതിന്റെ ഒരു ഭാഗം അങ്ങനെയല്ലേ ഒരു അത് കഴിഞ്ഞ് ഈ വിസർഗ സൃഷ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സർഗ സൃഷ്ടി തീർന്നു ബ്രഹ്മദേവനോട് കൂടി. ബ്രഹ്മദേവനിൽ നിന്ന് പിന്നെ സെക്കൻഡറി ക്രിയേഷൻ അല്ലെങ്കിൽ പ്രൈമറി ക്രിയേഷനെ സർഗ സൃഷ്ടി എന്നും സെക്കൻഡറി ക്രിയേഷനെ വിസർഗ സൃഷ്ടി എന്നും പറയുന്നു. അപ്പൊ ബ്രഹ്മദേവൻ പിന്നെ ഈ 24 മൂലകങ്ങളും പിന്നെ ഈ 2 എക്സ്ട്രായും കൂടെ കൂട്ടി സൃഷ്ടി നടത്തുന്നു. ആ സൃഷ്ടി നടത്തുമ്പോൾ മറ്റേ ക്ഷീരസാഗരത്തിൽ ശയിക്കുന്ന വിഷ്ണു, അതായത് നമ്മളെല്ലാം ദേവന്മാരൊക്കെ ആ വിഷ്ണു ഓരോരുത്തരുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് വരുന്നു. അപ്പൊ ഭഗവാൻ ഈ ഭൗതിക ലോകം ഉണ്ടാക്കുന്നു. ഈ ഭൗതിക ലോകത്തിലെ ഒരു കാരാഗ്രഹത്തോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാരാഗ്രഹത്തിലെ ആളുകളെ സൃഷ്ടിക്കുന്നത് ബ്രഹ്മദേവൻ, അതിലെ ആൾക്കാർക്ക് അവരെ പരിപാലിക്കുന്നത്, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും പരിഹരിക്കുന്നത് വിഷ്ണു ഭഗവാൻ, അവസാനം ഇവരെ ഉന്മൂലനം ചെയ്യുന്ന ശിവഭഗവാൻ. അപ്പോൾ ഇവർ ഈ ഭൗതികലോകത്ത് വസിക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഭൗതികമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ശിവഭഗവാൻ സാധിച്ചു കൊടുക്കും. പക്ഷെ അവർക്ക് മുക്തി ലഭിക്കാനായിട്ട് ഈ ജനന മരണ രോഗാവസ്ഥയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മുക്താത്മാവാണെന്നുണ്ടെങ്കിൽ അത് വിഷ്ണു ഭഗവാന് മാത്രമേ സാധ്യമാവൂ. അപ്പൊ എല്ലാവരുടെ ലക്ഷ്യം വിഷ്ണു ഭഗവാനെ സേവിച്ച് ഭഗവത് ലോകത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി വളരെ എക്സ്പ്ലെയിൻ ചെയ്തു, വളരെ നന്നായിരുന്നു. കീപ് ഇറ്റ് അപ്പ്. ഇപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലേ? നമ്മള് ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് ക്ലാസ്സിൽ എടുത്താണ്, പക്ഷെ എല്ലാരും മറന്നുപോയി കാണും. അപ്പൊ നിങ്ങൾ നോക്കിക്കോണം, ഇനി നമ്മള് സൃഷ്ടിയിലേക്ക് വരുന്നത്. ഈ മാതാജി മുരളീഹസ്ത പ്രഭുവിന്റെ ഗ്രൂപ്പിലുണ്ടെന്ന് തോന്നുന്നു, ഞാൻ കേറുമ്പോ കാണാം. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അതെ, മുരളീഹസ്ത പ്രഭുവിന്റെ കഴിവാണല്ലേ? പ്രഭു തീർച്ചയായിട്ടും പ്രഭുവിന്റെ നോളേജിന്റെ അടുക്കൽ ഞാൻ നമസ്കരിക്കുന്നു. പ്രഭുവിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് ഒരുപാട് നാളായി. കീർത്തനം പഠിപ്പിക്കുക, കീർത്തനം. അതെ, ഞാനിങ്ങനെ കേട്ടു. ധന്യ മാതാജി എന്റെ കൂടെ ഇതിലുണ്ട്, ഡ്രാമയിലുണ്ട്. അപ്പൊ മാതാജി പറയാറുണ്ട് ഇപ്പൊ കീർത്തനത്തിന്റെ ഇതുണ്ട്. ഇനിയിപ്പോ എനിക്കൊന്ന് വ്യാഴാഴ്ച കീർത്തനമുണ്ട്. ഇവിടുത്തെ സമയം 7:30 വരെ. മാസത്തിൽ 2 പ്രാവശ്യം. ആദ്യത്തെ നാളെയാന്ന് കേട്ടെ, നാളെ. ഞങ്ങളെല്ലാവരും ഉണ്ട്. അതെ അല്ലേ? പ്രഭു ഒരു സർവകലാവല്ലഭന, കീർത്തനം അറിയാം, എല്ലാ സബ്ജക്റ്റും അറിയാം. രണ്ടാമത്തെ വ്യാഴാഴ്ചയാണോ? ഏതെങ്കിലും 2 വ്യാഴാഴ്ച, ഒരു മാസത്തിൽ ഏതെങ്കിലും 2 വ്യാഴാഴ്ച. നാളെ ഉണ്ട് എന്തായാലും. അവരെല്ലാരും പറഞ്ഞു 7:30 കഴിഞ്ഞിട്ടുള്ളൂ റിഹേഴ്സലിന് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇപ്പൊ മാറ്റി വെക്കും വെള്ളിയാഴ്ചത്തേക്ക്. ഹരേ കൃഷ്ണ പ്രഭു.
ശശികല മാതാജി ഞങ്ങളൊക്കെ അഷ്ടപതിയിലൊക്കെ ഗുരുവായൂർ സമർപ്പണം എല്ലാം കഴിഞ്ഞു. ഞങ്ങളൊക്കെ ഒന്നിച്ചിട്ടായിരുന്നു. ആ അതെ, ഞാൻ ഞാൻ പ്രഭുവിനോട് കണ്ടിരുന്നു ആ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു പ്രഭുവിനോട്. ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഒരുമിച്ച്. ഗ്രൂപ്പിലുണ്ടായിരുന്നു മാതാജിയുടെ പ്രോഗ്രാമിന്റെ ഇവിടെ എന്നാ ആ സുബി മാതാജിയും ഉണ്ടല്ലോ. അതെ അതെ, ആ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട രാധിക മാതാജിയായിട്ട് പരിചയപ്പെട്ട. ആ ആ, ആ, ആ. മാതാജി പിന്നെ നമ്മുടെ നാട്ടുകാരത്തെയാണ്, വളരെ അടുത്താണ്, വൈക്കത്താണ്. അതെ 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 അതെ, ഞങ്ങൾ അടുത്തടുത്താ, ഏറ്റുമാനൂരും വയ്ക്കും. ആ വളരെ അടുത്താണ്. ഞാനും നാട്ടിൽ പോവാ പ്രഭു 25-ാം തീയതി. 25ഓ? ആ അതായത് അടുത്ത ആഴ്ച അല്ലേ, ഞാൻ അടുത്ത വെള്ളിയാഴ്ച. അതെ 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 അതെ. ഞങ്ങൾ 23-ാം തീയതി പോകാനായിട്ട് ഇരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല, നോക്കിയിട്ടില്ല ഇതുവരെ. പെങ്ങടെ മോന്റെ കല്യാണം ഉണ്ട്. ഇത് അച്ഛന്റെ ആണ്ടുബലിയുണ്ട്, എല്ലാ വർഷം ഇടാറുള്ളതാ, 31-നാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതെയല്ലേ. ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ പ്രഭു ഇതുവരെ? ഉം, ഉം. ഇപ്പൊ വലിയ അധികം ചാർജ് ഇല്ല പ്രഭു, ഇപ്പൊ കുറവാ. ഏതാ ചാർജ് കുറവാണോ? ആ ഇപ്പൊ ടിക്കറ്റിന് കുറവാ ഇപ്പൊ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നോക്കാം എന്തായാലും. അപ്പം ഉം. എല്ലാവർക്കും ഭഗവാൻ ആ ദാമോദരന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. വാഞ്ചകൽപതരുപശ്ച കൃപാസിന്ധുഭ്യവച്ച പതിനാം പാവനിഭ്യോ വൈഷ്ണവിഭ്യോ നമോ നമ. ആനന്ദകോടി വൈഷ്ണവന്തി കീ ജയ, ആനന്ദകോടി ആചാര്യന്റെ കീ ജയ. ഗൗരവന്റെ ഹരിദേവോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.